അള്ളാഹു നിങ്ങളെ അസൂയ കാരണം നിങ്ങൾ നരകാഗ്നിയുടെ വക്കിലായിരുന്നു. നിങ്ങൾ അള്ളാഹു തആല പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. കേട്ടോളൂ. അതുകൊണ്ടാണ് മനസ്സിന് അസൂയ പോകാൻ ഒരു മാർഗം അഫ്ശുസ്സലാമ ബൈനക്കും, പരസ്പരം ഉറക്കെ സലാം പറയാ, ഉറക്കെ സലാം അടക്കുക. അസ്സലാമു അലൈക്കും. ഒരാളുടെ തന്റെ നെഞ്ചിലേക്ക് ജമാഅത്തിൽ വേറൊരാളെ സ്വീകരിക്കുക. നിസ്കാരം കഴിയുമ്പോഴത്തിന് ഒരു ചാണിനേക്കാൾ അകലരുത്. അങ്ങനെയാണ് ഒരു ചാണ ചോട്ട മോനെ. അങ്ങനെയാണ് ഒരാളുടെ നിസ്കാരം അങ്ങനെ ആയിരിക്കണം. ഒരാളുടെ ജമാഅത്തൊക്കെ അങ്ങനെ ആയിരിക്കണം. എങ്ങനെ? ഇതാണ് നിർപ്പ്. അഥവാ ഒരു ചാണിനേക്കാൾ കൂടുതൽ രണ്ട് കാലിനിടയിൽ അകലുണ്ടാവാൻ പാടില്ല. അപ്പോൾ വേറൊരാൾ അങ്ങോട്ട് സ്വീകരിക്കേണ്ടി വരും. കാരണം കാലിൽ മണ്ണ് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരാൾക്ക് ഇവിടെയും രണ്ട് ജനാഹ് ചിറകുകൾ ബാക്കിയോ, ഒരു ചിറക് പോലെ ഇവിടെയും ബാക്കിയോ, അത് ഓരോരുത്തരും വഹിക്കേണ്ടി വരും ജമാഅത്ത് നിസ്കാരത്തിൽ. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഏത് വലിയ ശത്രുവാണെങ്കിലും ഒരു ജമാഅത്ത് കഴിയുമ്പോഴത്തിന് ശത്രുത തീരും. അതുകൊണ്ടാണ് യഹൂദികൾക്ക് നിങ്ങളോട്, ജമാഅത്ത് നിസ്കാരത്തിൽ നടത്തുന്ന നിങ്ങളോട് അസൂയയാണ് എന്ന് ഖാല റസൂലുള്ളാഹി. ചില ആളുകൾ നിൽക്കുന്ന കണ്ടില്ല, ജമാഅത്തിനൊക്കെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് കാല് വിടർത്തും. എന്തിന്? ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്ക്. മഹ്ശറിൽ ഇത്ര കിട്ടിയാൽ തന്നെ ജയിച്ചിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ ഹദീസ്. ഇത്ര കിട്ടുള്ളൂ, ഇത്ര കിട്ടൂല. കാരണം ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? ചെരുപ്പുണ്ട്. അത്ര കിട്ടൂല. 50,000 കൊല്ലം. രണ്ട് കാല് വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ തന്നെ ജയിച്ചു പോയി. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീൻ, അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീൻ. ഫാസ, മനസ്സിലായില്ലേ പറഞ്ഞത്? ഫാസ മൻ വജദ മൗളിഅ ഖദമൈഹി. ഇങ്ങോട്ട് നോക്ക്. ഫാസ മൻ വജദ മൗളിഅ ഖദമൈഹി, ഫാസ മൻ വജദ മൗളിഅ ഖദമൈഹി. രണ്ട് കാലിന്റെ കാല് കുത്താനുള്ള സ്ഥലം കിട്ടിയാലും ജയിച്ചു പോയി. അല്ലാഹുമ്മ ജഅൽനാ തഹ്ത ളില്ലി അർശിക യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക. اللهم اجعلنا تحت ظل عرشك، اللهم اجعلنا تحت ظل عرشك، اللهم اجعلنا تحت ظل عرشك يوم لا ظل إلا ظلك يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ആ ദിവസം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇപ്പൊ എന്തുണ്ടാവും? മഹ്ശറിലാകെ 50,000 കൊല്ലം ഇത്രേ കിട്ടൂ. ഇവിടെ നമ്മളോട് അള്ളാഹ് നിവാരണം തന്നു, ഒരു ചാണ് ഒരു ഇത്ര വെച്ചോ, അതിനേക്കാൾ കൂട്ടരുത്. അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യും? എന്റെ വലഭാഗത്തെ ഞാൻ വേറൊരാളിലേക്ക് കയറ്റും, വേറൊരാളെ വലഭാഗത്തെ എന്നിലേക്ക് കയറ്റും. മനസ്സിലായില്ല? എന്റെ ഇത് വേറൊരാൾ വഹിക്കും, അയാളെ വലഭാഗം പറ ഞാൻ വഹിക്കും. അങ്ങനെ പോകും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരാളും ഒരു മഅ്മൂമും മാത്രമേ ഉള്ളുവെങ്കിലും അവിടെയും ശരീര സ്പർശം ഉണ്ടാകാൻ വേണ്ടിയാണ് കാലുകൊണ്ട് പിണ്ടണം എന്നല്ല, മടമ്പ് കൊണ്ട് പിണ്ടണം. കാലുകൊണ്ടല്ല. എന്തുകൊണ്ടാ പിണ്ടേണ്ടത്? ഒരു മടമ്പ് ലേശം മടമ്പിന് വലിക്കുക. മടമ്പ് ഇങ്ങോട്ട് വലിക്കാം. ഉസ്താദി ഞാൻ നിസ്കരിക്കാം. ഇത് മടമ്പ് കൊണ്ട് പിണ്ടി. അദ്ദേഹം ഇമാമ്, ഞാൻ മഅ്മൂമ്. ഇപ്പൊ ശരീരം സ്പർശിച്ചല്ലോ, അടുത്തിട്ടാണല്ലോ രണ്ടാളും. എന്തുകൊണ്ടേ പിന്തിയിട്ടുള്ളൂ? മടമ്പുകൊണ്ട്. ഇനി ഒരാൾ വന്നാൽ അയാളും അവിടെ മടമ്പുകൊണ്ട് പിന്തി. എന്നിട്ട് പിന്നെ രണ്ടാളും ഇങ്ങനെ നേരെ ബാക്കിലേക്ക് വലിഞ്ഞ് ഒരു ജമാഅത്തായി. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ വിടവ് കയറിയാൽ
സഫിന്റെ ഇടയിൽ വിടവുണ്ടാകുമ്പോൾ വിടവിന്റെ ഇടയിലൂടെ ശൈത്താൻ തലയിടുന്നത് ഞാൻ കാണുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തൊക്കെയാപ്പോ? ഒന്ന് വഹ്ദത്ത്, ഒന്ന് ഇയാളും ഞാനും തമ്മില് സഹപ്രവർത്തകന്മാരല്ലേ, മിക്കവാറും എന്തുണ്ടാവും? ഉറപ്പന്നെയാണ്. മിക്കവാറും സഹപ്രവർത്തകന്മാരാവുമ്പോ എന്തുണ്ടാവും? ആ ദേഷ്യ അസൂയ ഉണ്ടായതുകൊണ്ട് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ തന്നെ ഇയാളെ തടി ഞാൻ പകുതി ചുമന്നുകൊണ്ട് നടക്കുക. ഒരു ദിവസം 5 വഖത്ത്, പിന്നെന്ത് ശത്രുതയാ? ഇനിയിപ്പോ സാരല്ല, പോട്ടെ. ഒരു ദിവസത്തെ ജമാഅത്ത് കഴിയുമ്പോഴത്തിന് അതാണ് ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 അയ്യാം. 15 വഖത്ത് ജമാഅത്ത് വഹിച്ചു. 3 ദിവസത്തേക്കാൾ കൂടുതൽ ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാൻ മറ്റൊരു മുസ്ലിമിന് പാടില്ല. നിങ്ങൾ ചിന്തിക്ക്. അസൂയ പോകാനുള്ള പണി ധാരാളുണ്ട്, അത് ചെയ്യൂല. ജമാഅത്തിൽ വന്നാൽ പോലും അടുത്തേക്ക് നിൽക്കുന്ന അടുത്തേക്ക് ഇങ്ങോട്ട് നിൽക്കൂല. വല്ലാത്തൊരു ശല്യാണ്. ഇന്ന് ഈ വെള്ളിയാഴ്ച നോമ്പ്, എന്നിട്ടും ചില ആളുകൾ എന്ത് ജമാഅത്താണ് അങ്ങനെ. ഇന്നലെ ഞാൻ കണ്ടു, ഇതെന്ത് ജമാഅത്ത? 5 മിനിറ്റ് 4 മിനിറ്റ് മതി ഇങ്ങനെ. മഹ്ശറിൽ 50,000 കൊല്ലം. ഫാസമൻ വജദ മൗളിഅ ഖദമൈഹി, ഫാസമൻ വജദ മൗളിഅ ഖദമൈഹി. 2 കാല് കുത്താൻ സ്ഥലം കിട്ടിയാലും നീ ജയിച്ചു എന്ന് ഹബീബായ നബി. പഠിച്ചവനെ അല്ലാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഹദീസ് ലാ യജ്തമിഉ ഫീ ഖൽബി മുഅ്മിനിൻ അൽ-ഈമാനു വൽ ഹസദു. ഏതൊരു മുസ്ലിമിന്റെ മനസ്സിലും ഈമാനും ഹസദും ഒരുമിച്ച് കൂടുകയില്ല. ഖാല റസൂലുള്ളാഹി. ഹസദ് എന്നാൽ വേറൊരാളെ ഉപദ്രവിക്കുന്ന ഹസദ്. അതെന്ത് അങ്ങനെ പറയാ? എന്തെങ്കിലും ഒരു വാക്ക് പറയാ. ഉള്ളിൽ തന്റെ ഒരു ഈഗോ ഉണ്ടാവും, ഞാൻ മോശമായല്ലോ. അത് അള്ളാഹിനോട് പറയാ. അള്ളാഹു നട്ടപ്പാതിരക്ക് പറയുന്നുണ്ടല്ലോ, ചോദിക്കാനുള്ളൊരു ചോദിച്ചോളൂ, ഞാൻ തരും. എപ്പോ പറയും? നട്ടപ്പാതിരക്ക്. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമാ. നട്ടപ്പാതിരക്ക് എണീറ്റിട്ട് റബ്ബിനോട് പറയാം, റബ്ബേ എന്റെ ഫീൽഡിൽ ഞാൻ പരാജയപ്പെടുക, എന്റെ പിന്നാലെ വന്നവരൊക്കെ ജയിക്കാണ് റബ്ബേ, വഷളായി പോകരുത് റബ്ബേ. اللهم لا تفضحنا بين رؤوس الخلائق لا في الدنيا ولا في الآخرة. ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ പോലത്തവരെ മുന്നിൽ ഞങ്ങൾ വഷളാകരുത് റബ്ബേ. സുന്നത്തായ ദുആ. മനസ്സിലായി? നമ്മൾക്ക് ഉള്ള സ്ഥാനമൊക്കെയാണ് പോയിട്ട് നമ്മൾ ഒന്നുമല്ലാതെയാകുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ഹസദും ഈമാനും ഒരു ഖൽബിൽ ഒരുമിച്ച് കൂടൂലാണ് ഹബീബ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ, കാദൽ ഫഖറു അൻ യകൂന കുഫ്റാ കാദൽ ഹസദു അൻ യഗ്ലിബൽ ഖദ്റാ. ഖദറിനെ ജയിക്കാൻ കഴിയുന്ന ഒരു സാധനം ഹസദാണ്. അങ്ങനെയാണ്. ഹസദിനെ എന്തിനേയും ജയിക്കാൻ കഴിയും. കാദൽ ഹസദു അൻ യഗ്ലിബൽ ഖദ്റാ. ഖദറിനെ പോലും ജയിക്കാൻ ആർക്ക് കഴിയും? ഹസദിന് കഴിയും. ഭയങ്കര അങ്ങനെയാ. ചിന്തിക്ക്. അൽ-ഉലമാഉ യദ്ഖുലൂന അൻ-നാറ ഖബല അൽ-ഹിസാബി ബിൽ-ഹസദി. ഖാല റസൂലുള്ളാഹി അൻ ഇബ്നു ഉമറ ഖാല. ആലിമീങ്ങൾ ഹിസാബ് കൂടാതെ നരകത്തിൽ കിടക്കുന്നത് ഹസദ് കൊണ്ടായിരിക്കും. മുസ്തഫ നബി പറഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു വിഭാഗം ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, ഒരു വിഭാഗം ആളുകളെ ഹിസാബില്ലാതെ നരകത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ഹസദ് കൊണ്ട്. മുസ്തഫ നബി പറഞ്ഞതാണ്, റഹ്മത്തുള്ള പറഞ്ഞതല്ലേ. അള്ളാഹു റഹ്മത്തുള്ളാഹിനെ അടക്കം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചോനെ അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ റബ്ബേ. അള്ളാഹു കാക്കട്ടെ. ഇതൊന്ന് ചിന്തിക്കുക, എന്താ പറഞ്ഞത്? ഭയങ്കര വാക്ക. ആലിമീങ്ങൾ, അൽ-ഉലമാ ഒരു വിഭാഗം ആലിമീങ്ങൾ, എല്ലാവരും എന്നല്ല. യദ്ഖുലൂന അൻ-നാറ ഖബല അൽ-ഹിസാബി ബിൽ-ഹസദി. ഉലമാക്കളിൽ വലിയൊരു വിഭാഗം ഹസദ് കാരണം ഹിസാബ് പോലും ഇല്ലാതെ അവരെ നരകത്തിലുണ്ടാക്കും. അല്ലാഹു മഅദല്ലാഹ്
മഅദല്ലാഹ്. അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, കാരണം എന്തുകൊണ്ട് അസൂയയും. എന്താ ഇതിന് അസൂയയുടെ കാര്യം? ജാഹ്, ഭൗതിക താല്പര്യത്തിന്റെ പിന്നിൽ ഭൗതികതയെ നിസ്സാരവൽക്കരിക്കണമെന്ന് പറയുന്ന സമൂഹത്തിന് ഭൗതികതയിൽ താല്പര്യം വർദ്ധിക്കും. ഭൗതികതയിൽ താല്പര്യം വർദ്ധിച്ചാലോ ചെവി കൊടുവാ, ചെവി കൊടുത്താ ഉലമാ ഉമറാ അവർക്കാണ് ഏറ്റവും അസൂയ ഉണ്ടാവുക. ആ അസൂയ കൊണ്ട് സമുദായത്തിനുണ്ടാകുന്ന നഷ്ടം പോലെ വേറൊന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ട് കേട്ടോളൂ കേട്ടോ ഹദീസ്. മാ ذئبان جائعان أرسلا في غنم بأفسدا لها من حرص المرء على الشرف والمال. വിശന്ന് പൊരിഞ്ഞ 2 ചെന്നായ്ക്കളെ ഒരാട്ടിൻ കൂട്ടത്തിലേക്ക് അഴിച്ചിട്ട് വന്നിരിക്കട്ടെ. റസൂലുള്ള പറയാ, ഞാൻ പറയല്ല. ഉറങ്ങുന്നുണ്ടാ? ചെന്നായുമല്ല. എങ്ങനത്തെ ചെന്നായ? വിശന്ന് പൊരിഞ്ഞ 2 ചെന്നായ്ക്കൾ ഉർസിലാഫി വനമിൻ, ഒരു ആട്ടിൻ കൂട്ടത്തിലേക്ക് അഴിച്ചുവിടപ്പെട്ടു. എങ്കിൽ ഈ 2 ചെന്നായ്ക്കളും ആ ആടിൻ കൂട്ടത്തിന് കേടുവരുത്തുകയില്ല. സ്ഥാനമാനത്തോടും ധനത്തോടും ഒരു ആർത്തി പൂണ്ട മനുഷ്യൻ സമുദായത്തിൽ കേടുവരുത്തുന്ന അത്ര എല്ലാവർക്കും എനിക്കടക്കം ചിന്തിക്കാൻ വേണ്ടിയാ ഞാനിത് പറഞ്ഞത്. അല്ലാഹു കാക്കട്ടെ. സ്ഥാനമാനത്തോടും ധനത്തോടും അസൂയയുള്ള ആളുകൾ സമുദായത്തിൽ കേടുവരുത്തുന്ന അത്ര ചെന്നായ പോലും ആടുകൂട്ടത്തെ കേടുവരുത്തുകയില്ല. ഹാക്കിം പറഞ്ഞു, ഹാക്കിം രേഖപ്പെടുത്തി, ഹബീബ നബി പറഞ്ഞു. അല്ലാഹു തആല ഈ കാസറ്റും ഈ സത്യങ്ങളൊക്കെ നിലനിർത്തുകയും അതിന്റെ മിഥ്യ സ്വഭാവം അല്ലാഹു നമുക്ക് നൽകുകയും അല്ലാഹു ഇതിനെ തൊട്ട് നമ്മളെ കാക്കുകയും ചെയ്യട്ടെ. അല്ലാഹു കാക്കട്ടെ പഠിച്ചവനെ, അല്ലാഹു കാക്കട്ടെ. എന്നെ നോക്കൂ, വർത്തമാന കേരളത്തിന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ തലമുറകളിൽ നേതാക്കളില്ല എന്നതാണ്. കഴിവുറ്റ നേതാക്കൾ പുതിയ തലമുറയിൽ ഒരു പ്രസ്ഥാനത്തിലും കാണുന്നില്ല. എനിക്ക് കാരണം മുന്നിൽ നിൽക്കുന്ന ആളുകൾ പുതുതലമുറകളെ വളർത്തുന്നതിൽ ശ്രദ്ധിക്കായ്മ എന്നതാണ്. അതിന് കാരണം ഹസദാണ്. ചിന്തിക്കണം. പുതിയ വളർന്നു കഴിഞ്ഞ തലമുറകൾ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഒരു വലിയ വിഷയമാണ്. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഇത് വിഷയമായിട്ടുണ്ട്. കേരളത്തിലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പുതിയ പ്രശ്നം, വളർന്നു വരുന്ന തലമുറകളിൽ നിന്ന് പുതുനാമ്പുകളായ നേതാക്കൾ കടന്നു വരുന്നില്ല. കാരണം അവസരങ്ങൾ നൽകൂല, അവരെന്ന് ചിന്തിക്കൂല. നോക്കൂ, കോഴിക്കോട്ട് ഒരു വീട്ടിൽ ഫലവ്യഞ്ജനം വാങ്ങിക്കൊടുക്കാൻ നിന്ന ഒരു മനുഷ്യനാണ് ബാഫക്ക് തങ്ങൾ എടുത്തുയർത്തിട്ട് ആ മനുഷ്യൻ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. അതാ കാരണം നെഞ്ചകം നന്നായ മനുഷ്യനാണത് ചെയ്തത്. ആരാ നെഞ്ചകം നന്നായ മനുഷ്യൻ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി, ഓഫറത്ത് നൽകട്ടെ. നിങ്ങളിത് ഞാനും ആമീൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാന്ന് അറിയാ? അയാൾക്ക് പുറത്തിട്ടാൻ വേണ്ടിയല്ല. മനുഷ്യനൊക്കെ അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടാവും. എന്നോ നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരുന്നത് അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാനാ. അല്ലാഹു തരട്ടെ. എന്തിന്? മരിക്കുന്ന അന്ന് രാത്രി തവാഫ് ചെയ്തിട്ടുണ്ട്. മരിക്കുന്ന അന്ന് രാത്രി തവാഫ് ഒന്ന് കയറ്റിക്കൊണ്ട് പോയതാ ആശുപത്രിയിലേക്ക്. തവാഫ് പകുതിയായപ്പോ കൊണ്ടുപോയതാ. മരിക്കുന്ന അന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. മരിക്കുന്ന അന്ന് മഗ്‌രിബിന്റെ ശേഷം ഇശ വരെ ഖുർആൻ ഓതിയിട്ടുണ്ട്. മരിക്കുന്ന അന്ന് ഇശാന്റെ ശേഷമുള്ള എല്ലാ വിർദുകളും ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. മരിക്കുന്ന അന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. മരിക്കുന്ന അന്ന് രാത്രി തവാഫ് ചെയ്ത് പകുതിയാക്കി ആശുപത്രി കൊണ്ടുപോയതാ. എങ്ങനുണ്ട്? 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 എന്നോട് ഇപ്പൊ ഈ പറഞ്ഞ സംഭവം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരാ. നാദാപുരത്ത് വെച്ച് ഈ അടുത്ത കാലത്ത് കുഞ്ഞാലിയാജി എന്നൊരാളുണ്ടായിരുന്നു, മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആ കുഞ്ഞാലിയാജി എന്നോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ ഖാദിമായി പോയ ഒരാൾ ഞാനായിരുന്നു അന്ന്. തങ്ങള് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി അറബ് ശൈഖന്മാർ വിളംബരം ചെയ്തു. എല്ലാരും മയ്യത്ത് നിസ്കരിച്ചു. എനിക്കൊരാളെ കാലിന്റെ മുകളിലെ സ്ഥാനം കിട്ടിയുള്ളൂ. ഒരാളെ കാലും നിന്നിട്ടാണ് ഞാൻ നിസ്കരിച്ചത്. ലക്ഷക്കണക്കായ ആളുകൾ മയ്യത്ത് നിസ്കരിച്ചു. അങ്ങനത്തെ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം ബാഫക്ക് തങ്ങളുടേതായിരിക്കും റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ പഠിച്ചവനെ. എവിടെയാ ഇടം കിട്ടിയത്? ഖൈറുൻ നിസാഇ അഹ്ലിൽ ജന്ന അർബഅത്തുൻ സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജ ബിൻത് ഖുവൈലിദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ്, ആസിയ ബിൻത് മുസാഹിം,
വമറിയം ബിനത്തു ഇമ്രാൻ. അല്ലാഹു സുബ്ഹാനഹു അതിൽ നേതാവാര്, അതിലും നേതൃമതിയാണ് ആര്? ഖദീജ ബീവി. ആ ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ ആ സ്ഥാനം കിട്ടിയിട്ടുള്ളത്. ശ്രദ്ധിക്കണം. എന്നാൽ അതിനൊക്കെ സഹകരിക്കുന്ന നേതാക്കൾ ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട പണക്കാട്ട തങ്ങന്മാർ, അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എന്തിനാ നമ്മളെ കാര്യത്തിന് ഈ പരിപാടി തുടങ്ങുന്നതിന്റെ തലേ ദിവസം മണിക്കൂറുകളോളം സയ്യിദ് സാദിഖ് അലി ശിഹാബിടങ്ങൾ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. മണിക്കൂറുകളോളം. എന്തിനാ മനുഷ്യന്റെ ആവശ്യം? എന്തിനാണ് ആ മനുഷ്യന്റെ ആവശ്യം? ചിന്തിക്കുക. എപ്പോഴും ഇന്നതിന്റെ നിയന്ത്രണം ഇന്ന് പോലും ആ മനുഷ്യന്മാരെ കയ്യിലാ. എന്താ അവർക്ക് എന്റെ ആവശ്യം? അവര് മനസ്സിന്റെ വെളുപ്പ, കാരണം ബാപ്പാന്റെ വെളുപ്പ. ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാര് രോഗിയാ, വിഷമത്തിലാ, നോമ്പിനെവിടെയും പോകുന്നില്ല. പക്ഷേ നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാർക്ക് നൽകുന്ന ഒരു ആശ്വാസവും ഒരു പ്രോത്സാഹനവും എന്ന നിലയിലാ അവരും ചെറുശ്ശേരി സ്ഥാനവും ഒക്കെ ഇവിടെ വന്നത്. ബഹുമാനപ്പെട്ട പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ, അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് നൽകട്ടെ. എമ്പാടുമുണ്ട്. അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് നൽകട്ടെ. ഞാനതിന്റെ മനസ്സോട് പറയുക തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോലെയുള്ളവർ ചിന്തിക്കണം, നമുക്ക് ഇനി പിൻഗാമികളെ വളർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. തന്റെ സ്ഥാനത്തിന് നട്ടം വരുമെന്ന് വിചാരിച്ചിട്ട് പുതുനാമ്പുകളെ തടയുക. ചിന്തിക്ക്. ഇവിടെ നമ്മളൊക്കെ അങ്ങനെ പോയി കിട്ടും. ഇവിടെ ഇപ്പൊ എല്ലാരും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയും അങ്ങനെയൊക്കെ പോകും. അവിടെ ഒരു സ്ഥലമുണ്ട്, അതാണ് പ്രശ്നം. ഇവിടെ മാത്രമുള്ളെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ ആളുകൾ തന്നെയാണ് അവിടെയും ടിക്കറ്റ് മുറിക്കണമെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയല്ലല്ലോ. വളരെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. അസൂയ മൂക്കുക. അസദുൽ ഫതായിരം ഇദാലം യനാലു സഅയഹു ഫൽകുൽ വഅദാഉല്ലാ ഹുവ ഖസൂമു. ഭയങ്കര കവിത. അസദുൽ ഫതാ, ആ ചെറുപ്പക്കാരനോട് എല്ലാവരും അസൂയ വെച്ചു. ഇദാലം യനാലു സഅയഹു, അയാൾക്ക് നേടാൻ കഴിഞ്ഞത് അവർക്ക് നേടാൻ കഴിയാത്തപ്പോൾ ഫൽകുൽ വഅദാഉ, എല്ലാവരും അയാളെ ശത്രുക്കളായി. മാത്രമല്ല വഖസൂമു, എല്ലാവരും അയാളോട് തർക്കിക്കുന്നവരുമായി, അയാളെ കുറിച്ച് ശത്രുത പുലർത്തുന്നവരുമായി. ഒരു കവി പറഞ്ഞതാ. അങ്ങനെ നമ്മളാകരുത്. നമ്മൾ വളർന്നു വരുന്ന തലമുറകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പള്ളി കമ്മിറ്റികളിൽ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരണം. എന്തുകൊണ്ട്? അവരിലാണ് സമുദായത്തിന്റെ നാളത്തെ ഭാവിയുള്ളത് എന്ന് ചിന്തിക്കണം. അതെല്ലാവരും ചെയ്യണം. പള്ളി കമ്മിറ്റികളിൽ ചെറുപ്പക്കാരെ കയറ്റിക്കൊണ്ടുവരിക. എന്നിട്ട് അവർക്ക് പരിശീലനം നൽകുക. അവരോട് നല്ല വാക്ക് പറയുക. അവരെ ഒഴിവാക്കരുത്, അവർ നന്നാവില്ല എന്ന് പറയാതിരിക്കുക. അവർ നന്നാവില്ല എന്ന് പറയാതിരിക്കുക. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. അവരെന്ത് നന്നാവില്ല എന്ന് പറഞ്ഞ് തള്ളാതിരിക്കുക. അവരെ സഹായിക്കുക. സാരല്ല, സഹായിക്കുക. ഇതാ മുസ്തഫ നബിയുടെ രീതി. ക്രോപ്പ് അടിച്ചിട്ട് ഒരാൾ വന്നു, പോടാ പുറത്ത് എന്ന് പറഞ്ഞില്ല. ഞമ്മൽ ഫതാ, എത്ര നല്ലവൻ. ഇരാലം യകുൻ ബിഹി ഖസ്റുൻ, ആ ക്രോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലവൻ. വൃത്തികെട്ടവനെന്നാ പറയേണ്ടത്. റസൂൽ എന്താ പറഞ്ഞത്? ഞമ്മൽ ഫതാ, എന്തൊരു നല്ല ബാല്യക്കാരൻ. ഇരാലം റസൂലിന്റെ ശൈലം നോക്കി എന്താ പറഞ്ഞത്? നിങ്ങൾ ഉറങ്ങുന്നുണ്ടാ? ഇത് പറയണമെങ്കിൽ എന്ത് വേണം? അലം നശ്റഹ്, ഇവിടെ അങ്ങോട്ട് വലുതാകണം. എന്താ പറഞ്ഞത്? നമ്മളെ എന്താ പറയാ? അപ്പാച്ചി എന്താ പറയാ? ഒന്ന് പറ. ഇവിടെ ഇങ്ങനെ അപ്പാച്ചി എന്നല്ലേ പറയാ? ഇവിടെ അപ്പാച്ചി എന്നല്ലേ പറയാ? ഇവിടെ നിർത്തി, മുകളിൽ നിർത്തിയിട്ട് ഇവിടെ ഒക്കെ അങ്ങോട്ട് വടിച്ചിട്ട് ഒരാൾ വെട്ടിയിട്ട് ഇവിടെ കുറച്ച് മാത്രം നിർത്തിയിട്ട് കുടുമ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നു. നമ്മൾ അടുത്തൊക്കെ വന്നാ ഓടിക്കൂലേ? റസൂലുള്ള പറഞ്ഞു, നിഅമൽ ഫതാ, നിഅമൽ ഫതാ, എന്തൊരു നല്ല കുട്ടി,
എന്തൊരു നല്ല മോൻ, എന്തൊരു നല്ല ചെറുപ്പക്കാരൻ. ആ ക്രോപ്പണ്ണില്ലായിരുന്നുവെങ്കിൽ എത്ര നല്ലവനായിരുന്നു. അയാൾ വേഗം ഓടി എന്ത് ചെയ്തു, ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി, എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞു, ഏറ്റവും നല്ലവൻ ആരാണ്, ഞാനാണ്, ഇനിയിപ്പോ അതിനൊറ്റ പ്രശ്നമുള്ളൂ, എന്തേ വേഗം നന്നായി. നേരെ മറിച്ചോ, മേലാളി വഴിക്കണ്ടോവരുത് എന്ന് പറഞ്ഞാല്. എന്നോട് ഒരിക്കലും നാട്ടിലേക്ക് വയറിനുണ്ടോയി, എന്താ പറയേണ്ടത് വെച്ചപ്പോ നിസ്കാരത്തിനെ പറ്റി പറഞ്ഞോളി. അങ്ങനെ നിസ്കാരത്തിനെ പറ്റി നന്നായി വയർന്ന് പറഞ്ഞു. കുറെ ചെറുപ്പക്കാരെല്ലാം കേട്ടിരിക്കുന്നുണ്ട്. ആടെ നിസ്കാരം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ 2-3 ആള് കൂടെ വന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചു. അവരിങ്ങനെ ഒരു സൈഡിലേക്ക് എന്നെ മാറ്റിയിട്ട് പറഞ്ഞു, ഇതുപോലത്തെ ഒരു വയറിന് മുമ്പ് 4 കൊല്ലം മുമ്പും ഒരു മൂല്യർ ഇവിടെ പറഞ്ഞിരുന്നു നിസ്കാരത്തിനെ പറ്റി. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇനി എല്ലാവരും എന്ത് ചെയ്യണം, നിസ്കരിക്കണം എന്ന്. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ ളുഹറിന്റെ നേരത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ജമാഅത്തിനാണ് കയറി ചെല്ലുന്നതോട് കൂടെ ജമാഅത്ത് കഴിഞ്ഞ് ഇറങ്ങി വരുന്നവര് എന്ന് പറയാൻ തുടങ്ങി എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നിസ്കരിച്ചു പോന്നെ, അവർക്ക് ഞങ്ങളെ കണ്ടിട്ട് തന്നെ ഒരു സുഖമില്ല, ഇന്ന് എന്തോ പകലും ആസ്വദിക്കുന്ന തോന്നുന്നതൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. പിന്നെ അന്ന് രാത്രി പള്ളിക്കമ്മിറ്റി കൂടിയപ്പോൾ ഹൗള് പൊളിച്ചു നന്നാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിറ്റേന്ന് ഒരു കാരണവര് പീഡിയക്കൊലമ ഇരുന്നിട്ട് പറയാണ്, നമ്മൾ എത്ര കാലമായി ഒതുണ്ടാക്കുന്ന ഒരു ഹൗളിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇവിടെ ചില ആളുകൾ പുതിയ ജമാഅത്തിന് വന്നു, അതോടുകൂടെ ആ ഹൗളും പൊളിച്ചു എന്ന് പറഞ്ഞു. അതോടുകൂടെ എന്നാ അങ്ങനെ പള്ളിന്റെ ഓരോ സൈഡ് ഞങ്ങൾ ചെന്നാ പൊളിച്ചു പോകുമെങ്കിൽ പിന്നെ ഞങ്ങളത് പോണ്ടെന്ന് വിചാരിച്ച് അന്ന് ജമാഅത്ത് നിർത്തിയതാണ്. എങ്ങനെയുണ്ട്? ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് എത്തിക്കാഫിനിരിക്കും, എന്നിട്ട് നാട്ടിലുള്ള എല്ലാ ഹസനും ഫിത്തിനെയും പറയും. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അവര് എത്തിക്കാഫിനൊന്നും ഇരുന്നിട്ട് കാര്യമല്ല, അവർ കുത്തിമറിയിട്ട് കാര്യമല്ല. പുണ്യ നബി പറഞ്ഞു, ചില ആള് പള്ളിയിൽ ഇരുന്ന ആ ദുന്യാവ് അങ്ങനെ പറയും. ഫലാ തുജാലിസുഹും, അവരൊപ്പം ഇരിക്കരുത്. അള്ളാഹ് ഈ ജാതി മുത്തഖീങ്ങളെ ഒരാവശ്യവും ഇല്ല. ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ കൂടെ പോലെ ഇരിക്കരുത്. കുറച്ച് മുത്തഖീങ്ങൾ ഉണ്ടല്ലോ, എത്തിക്കാഫിന് വേണ്ടി വരും, നുണയും പറഞ്ഞ് പള്ളിയിൽ ഇരിക്കും. ആ ജാതി കൗമിന്റെ ഒപ്പം ഇരിക്കന്നെ കരുത്, നിങ്ങളെ ഈമാനും കൂടെ പോവും. ഫലാ തുജാലിസുഹും, അവരൊപ്പം ഇരിക്കരുത്. അബൂ ദാവൂദ് മുസ്തഫ നബി പറഞ്ഞു. ഹബീബ നബി ചോദിച്ചു, പലിശകളിൽ ഏറ്റവും വലിയ പലിശ ഏതാണെന്നറിയുമോ? പലിശകളിൽ ഏറ്റവും വലിയ പലിശ ഏതാണ്? ഖാലു അല്ലാഹു റസൂലു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ. ഉടനെ മുസ്തഫ നബി പറഞ്ഞു, ഇസ്തിഹ്ലാലു ദമിൻ മുസ്ലിമിൻ, ഒരു മനുഷ്യനെ കുറിച്ച് അസൂയ വെച്ച് വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കലാണ്. ഇതാണ് ഏറ്റവും വലിയ പലിശ. ഹബീബാവിന്റെ ചോര കുടിക്കുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ. ധാരാളം ഹദീസ് ഞാൻ വിശദീകരിക്കുന്നില്ല. മുസ്തഫ നബി പറഞ്ഞു, നോക്കൂ, എന്നോട് ഒരാളെ പറ്റിയും പറഞ്ഞു തരരുത്. എന്നോട് നിങ്ങൾ ഒരാളെ പറ്റിയും പറഞ്ഞു തരണ്ട. എനിക്ക് ഓരോരുത്തരും നോക്കിയാൽ അറിയുമോ അവരാരാണ്. മനസ്സിലായില്ല? റസൂലുള്ളാഹി പറയാ, ഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമസ് സുദ്രി, നിങ്ങൾ അടുത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഹൃദയത്തിൽ ഒന്നുമില്ലാതെ വരാനാണ് എന്റെ താല്പര്യം. മനസ്സിലായില്ല? നിങ്ങൾ ഒരാളെ പറ്റി എനിക്ക് പറഞ്ഞു തരരുത്. നേതാക്കളോട് പോയിട്ട് വേറൊരാളെ പറ്റി പറഞ്ഞു കൊടുക്കൽ വളരെ മോശപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ മൊബൈലൊക്കെ വന്നതോടുകൂടുള്ള ഒരു ഫിത്തിനൊക്കെ എന്തോ ഒരു പ്രശ്നമാണ്. പഴയ കാലത്ത് എന്തുണ്ടായിരുന്നുള്ളൂ, തമ്മിൽ കാണേണ്ടിയിരുന്നു. ഇതും വേണ്ട. ഇതിപ്പോ ആകെ എന്തായി, മൊബൈല് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഒന്ന് അസൂയ പറയാന്, ഗീബത്ത്, നമീമത്തിന്. ഇതിന് ഹോൾസെയിൽ മാർക്കറ്റാണ് എന്ത്, മൊബൈൽ. ചിന്തിക്ക്. ഹബീബാ നബി പറഞ്ഞു, ഒരാളെ പറ്റിയും എനിക്ക് പറഞ്ഞു തരരുത്. ഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമുസ് സുദ്രി, ഹൃദയത്തിൽ ഒന്നുമില്ലാതെ, നിങ്ങൾ ആരെ പറ്റി ഒരു മുൻവിധിയും ഇല്ലാതെ സദസ്സിലേക്ക് കയറി വരാനാണ് എനിക്ക് താല്പര്യമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നില്ല. മൻ സതറ അലാ മുഅ്മിനിന ഔറത, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു രോഗം, ഒരു ദോഷം ഒരാൾ മറച്ചു വെച്ചാൽ ഫകന്നമാ അഹ്യാ മൗദ, കുഴിച്ചു മൂടപ്പെട്ട കുട്ടിയെ ജീവിപ്പിക്കുന്നത് പോലെയാണ്.
മുസ്തഫ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മൗഊദത്ത് ജീവൻ തൊബ്രാനി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ പറ്റി ഉള്ളതും പറയാതിരിക്കുക, മറച്ചു വെക്കുക. എന്നാൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയെ ജീവിപ്പിക്കുന്നത് പോലെയാണ്. ആ കൂലി അന്ത്യനാളിൽ കിട്ടുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. لا تقاطعوا ولا تدابروا ولا تباغضوا ولا تحاسدوا وكونوا عباد الله إخوانا صحيح البخاري. 3 ദിവസത്തേക്കാൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിലങ്ങാൻ പാടില്ല. ഒന്ന്, ഒരുപാട് വിഷയമുണ്ട് അവിടെയൊക്കെ പറയാൻ. ഒരാള് ഇനി എന്തെങ്കിലും ഒരു കാര്യം തോന്നിയാൽ, എന്റെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളോട് പോയി എതിർ പറയണം. 3 ദിവസത്തിൽ ഒരിക്കൽ വന്നിട്ട് അയാൾ നിങ്ങളോട് പൊരുത്തപ്പെടിച്ചാൽ ഉടനെ പൊരുത്തപ്പെടണം. ആരാണോ ആദ്യം സലാം പറയാൻ ചെന്നത് അയാൾ കുറ്റത്തിന് ഒഴിവാകുമെന്ന് ഹബീബ റസൂലുള്ളാഹി. നമ്മളൊരാളും തമ്മിൽ പിണങ്ങി പിറ്റേന്ന് രാവിലെ ഉണ്ട് നമ്മളെ വാതിലിന്റെ മുന്നിൽ അയാള്. അപ്പൊ നമ്മൾ ഭാര്യയോട് പറയും, എങ്ങനെയുണ്ട്, എനിക്കറിയാവുന്ന ആളവിടെ വരുമെന്ന്. നമുക്കല്ലേ ഇവൻ മനസ്സിലായില്ല. ഇവൻ എന്തുകൊണ്ടാ പിറ്റേന്ന് രാവിലെ ചെന്നത്? ഉറങ്ങാണല്ലോ റബ്ബേ, നിങ്ങൾക്കൊക്കെ ഈ സോക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളോട് പിണങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ അയാളെ വാതിലേക്ക് ചെന്നു, സലാം അലൈക്കും എന്ന് പറയാൻ വേണ്ടി സലാം പറഞ്ഞു, പൊരുത്തപ്പെടണേന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വേഗം നേരെ അപ്പുറത്ത് ഭാര്യയോട് പറയും, എങ്ങനെയുണ്ട്, എനിക്കറിയാം അവനിവിടെ രാവിലെ വരുമെന്ന് എനിക്കറിയാം, എനിക്കിതൊക്കെ കുറെ കണ്ടതല്ലേ ഞാൻ എന്ന് പറയും. സത്യത്തിൽ അവനെന്തേ രാവിലെ വന്നത്? അവന്റെ സ്വർഗം തടഞ്ഞു പോകരുത്. രണ്ടാൾ ഒരേ സമയത്ത് പുറപ്പെട്ടാൽ ശരീക്കാനി ഫിൽ അജ്രി, ഒരാൾ ആദ്യം പുറപ്പെട്ടാൽ അയാൾക്ക് കൂടുതൽ. ഒരാൾ തമ്മിൽ പിണങ്ങി പിരിഞ്ഞു, എന്നിട്ട് രണ്ടാൾ ഒരേ സമയത്ത് കണ്ടുമുട്ടാൻ വേണ്ടി പുറപ്പെട്ടാൽ രണ്ടാൾക്ക് ഒരു കൂലി. ആദ്യം ആരാണ് പുറപ്പെട്ടത് അയാൾക്ക് കൂടുതൽ കൂലി. ഒരാൾ സലാം പറഞ്ഞു, മറ്റേ ആൾ മടക്കിയില്ലെങ്കിൽ ഖറജൽ മുസല്ലിമു മിനൽ ഹജ്രി, വെടിഞ്ഞു എന്ന കുറ്റത്തിന് സലാം പറഞ്ഞവൻ ഒഴിവായി. ഇനി കുറ്റം മുഴുവനും മറ്റവനാവുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ, ഇത് വലിയ വിഷയമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, ഹബീബ റസൂലുള്ളാഹിനോട് ചോദിച്ചു, അയ്യുന്നാസി അഫ്ളലു, ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ് നബിയേ? അപ്പോൾ പറഞ്ഞു, മഹ്മൂമുൽ ഖൽബി സദൂഖുൽ ലിസാൻ. മഹ്മൂമുൽ ഖൽബും നാവുകൊണ്ട് സത്യം പറഞ്ഞവനുമാണ് എന്ന് പറഞ്ഞു. ഏറ്റവും അഫ്ളലായ ആളാരാണ്, ഏറ്റവും നല്ലവൻ ആരാന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയെ സദൂഖുൽ ലിസാൻ ആരാണ്? ഞങ്ങൾക്കറിയാം, സത്യം പറയുന്നവനാണ്. എന്ന മഹ്മൂമുൽ ഖൽബി എന്നാൽ എന്താണ്? അപ്പോൾ പറഞ്ഞു, ലാ ഗില്ല വലാ ഹസദ, ഒരു പോരുമില്ല, ഒരു അസൂയയുമില്ല, ഒന്നുമില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നീളും എന്നതുകൊണ്ട് പറയാതിരുന്നത് ആ ഹദീസ്. ഒരുപാട് സ്ഥലത്തിന്റെ ആ ഹദീസ് അബൂദാവൂദിലൊക്കെ ഉണ്ട്. റസൂലുള്ള പറഞ്ഞു, ഇതിലെപ്പോഴൊരാൾ പള്ളിയുടെ ആ ഭാഗത്തേക്ക് നോക്കിക്കോളൂ, ഒരു സ്വർഗക്കാരൻ വരുമെന്ന് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കയറി വന്നു, ഇടത്തെ കയ്യിൽ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്, താടി ഇങ്ങനെ ഒഴിയുന്നുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി വരിക. അപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു, ഒരു ഗ്രാമീണൻ, ഒരു സാധു. പിറ്റേ ദിവസവും ഞങ്ങൾ പള്ളിയിൽ നിന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇതാ സ്വർഗക്കാരനെ കാണണമെങ്കിൽ കാത്തിരുന്നോളൂ, വീണ്ടും വിരുപ്പ വരുന്ന പറഞ്ഞു. അന്നും വന്നത് അയാൾ തന്നെ, പിറ്റേ ദിവസം വന്നത് അയാൾ തന്നെ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇയാളെ അമലൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അയാളോട് പറഞ്ഞു, എന്റെ ബാപ്പയും ഞാൻ തമ്മിൽ ചെറിയ ഒരു തെറ്റിലാണ്, നിങ്ങൾ കുറച്ച് ദിവസം എനിക്കൊരു സൗകര്യം ചെയ്തു തരികയാണെങ്കിൽ വീട്ടിൽ താമസിക്കാൻ ആയിക്കോട്ടെ എന്നാണ്. അങ്ങനെ ആഴ്ച കഴിഞ്ഞ് അയാളെ കൂടെ പോയി. അയാൾ ഞങ്ങൾ ചെന്ന് വീട്ടിൽ ഭക്ഷണം കഴിച്ച് കിടക്കുന്നതോടുകൂടെ ഫനഫഖ, ഇയാളിങ്ങനെ ഓ എന്നാണ്, വലിയ ഉറക്കം. പിന്നെ ഇയാൾ എണീക്കുന്നത് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോഴാ, തഹജ്ജുദിന് വരെ എണീറ്റില്ല. ഞാൻ എന്താ ഇയാൾക്ക് പറ്റിയത്, വലിയ ക്ഷീണാവെന്ന് വിചാരിച്ച് അന്ന് വിട്ട്. പിന്നെ 2-3 ദിവസം നോക്കുമ്പോഴും ഇയാളടുത്ത് ഇതല്ലാത്ത ഒരു പണിയുമില്ല. എല്ലാം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, എന്താ ഇയാളിങ്ങനെ, റസൂലുള്ളാഹിക്ക് പഴക്കൂലല്ലോ, ഇത് പറഞ്ഞത് ഇയാളാണല്ലോ, എനിക്ക് ഇയാളെ പറ്റി ഒരു നിസാരത്തൻ തോന്നി. പിറ്റേ ദിവസം പിരിയാൻ നേരത്തെ ഞാൻ പറഞ്ഞു, ലൈസ ബൈനി വ ബൈന അബീ ഹജ്റുൻ, എന്റെ വാപ്പയും ഞാനും തമ്മിൽ ഒരു വിരോധമില്ല, ഞാൻ നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി വന്നതാ, നിങ്ങളാണ് സ്വർഗാവകാശി എന്ന് റസൂൽ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു, മാ ഫിയ ഇല്ലാ മാ തറ, ഈ കണ്ടതല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല, അതൊക്കെ തന്നെ എന്റെ അമലുള്ളൂ. വേറെ നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് ചോദിച്ചു നോക്കി, എന്റെ കയ്യിൽ അതൊന്നുമില്ല. അപ്പോൾ
പിന്നെ ഞാൻ പിരിഞ്ഞു, വേണ്ട ഞാൻ മടങ്ങി ചെന്നിട്ട് ഗോത്രക്കാരും അയാളും തമ്മിലുള്ള ബന്ധം അന്വേഷിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ലാ ഹസദാ മാ ഖുൽതു ഫീഹിം ഇല്ലാ ഖൈറാ. ഈ നാട്ടിൽ ഒരാളെ പറ്റിയും നല്ലതല്ലാതെ എനിക്ക് പറയാനില്ല, ഇവരൊക്കെ നല്ലവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൽത ഹാദിഹിൽ ഫളീല, ഇതന്നെയാ കാരണം. ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടി ഹബീബായ നബിയോട് പറഞ്ഞു. അപ്പോൾ ഹബീബ് പറഞ്ഞു, അയാള് ഹസദില്ലാത്ത മനസ്സുകൊണ്ടാണ് സ്വർഗക്കാരനായത്. തഹജ്ജുദ് നിസ്കരിക്കുന്നവനേക്കാൾ യോഗ്യൻ ആര്? നിസ്കരിക്കാത്തവൻ. തഹജ്ജുദ് നിസ്കാരം നിർത്താൻ വേണ്ടി പറഞ്ഞാലട്ടാ, നിന്നുമ്പോൾ നമ്മൾ അസുഖം നിലനിർത്തുകയും ചെയ്യും, തഹജ്ജുദ് കൂടി ഒഴിവാക്കുകയും ചെയ്യും. നേരെ അങ്ങനെ ചെയ്യുക, അങ്ങനെ ഉണ്ടാവുക. ചിന്തിക്ക് നിങ്ങൾ. അതാണ് കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. ഇനി അസൂയക്കാരൻ എന്താ? ആ രോഗം നമുക്കുണ്ട്. ഇനി എന്താ അത് പരിഹാരം പോകാൻ? ഒന്ന്, ആരോട് അസൂയ തോന്നിയോ അയാളെ പറ്റി നന്മ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഒന്ന്, രോഗം മാറ്റാം. പ്രതിവിധി പറയാണ്, സൊല്യൂഷൻസ് പറയാണ്. ഒരാളോട് നമുക്ക് അസൂയ തോന്നിയാൽ അയാളെ പറ്റി മദ്ഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നല്ലവനാണ് കേട്ടാ, നല്ല മനുഷ്യനാണ്, വളരെ ഉഷാറാണ് എന്നിങ്ങനെ. അതൊരു കോലത്ത് പറയല്ല. ചില കോലത്ത് പറഞ്ഞാല് നല്ല മനുഷ്യനാന്ന് പറഞ്ഞാൽ ആ തിരക്കടില്ല എന്ന് പറഞ്ഞാല് അതോടുകൂടെ തിരിയും. അത് മനസ്സറിഞ്ഞ് പറയാം. അയാളെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇനിയും നേട്ടം കൂടാൻ അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. രാത്രിയൊക്കെ എണീറ്റിട്ട് പറയാ, റബ്ബേ നമ്മളെ അലവിക്കുട്ടിക്ക് നല്ല റാഹത്താണ് ഇപ്പൊ കച്ചവടത്തിൽ, ഇനിയും കൂട്ടി കൊടുക്ക് റബ്ബേ എന്ന്. മനസ്സിലായില്ല? അതങ്ങോട്ട് പറയാന് ആ പറയും പോലെ പറയാൻ വേണ്ടി പറഞ്ഞാ പോരാ. എങ്ങനെ പറയാ? ആത്മാർത്ഥമായി പറയാം, ആത്മാർത്ഥമായി പറയാം. ഒന്ന്, അവനെ പറ്റി മദ്ഹ് പറയുക. അവന് വേണ്ടി ദുആ ചെയ്യുക. ഇനിയും കൂട്ടി കൊടുക്ക്, ഇനിയും കൂട്ടി കൊടുക്ക്, നേട്ടം കൊടുക്ക്, നേട്ടം കൊടുക്ക്. എന്റെ കാര്യം റാഹത്തിൽ നീ ചെയ്തു തരുന്നുണ്ടല്ലോ, അവൻ ഇനിയും കൂടട്ടെ എന്ന് പറയാ. അങ്ങനെ അത് പറഞ്ഞാലോ, വല്ലാഹു ഫി ഔനി അബ്ദിഹി മാ ദാമൽ അബ്ദു ഫി ഔനി അഖീഹി. ഒരാൾ തന്റെ സഹോദരനെ സഹായിച്ചാൽ, ഒരു ദുആ കൊണ്ടെങ്കിലും സഹായിച്ചാൽ അവനെ അല്ലാഹ് സഹായിക്കും. ഒരു ദുആ കൊണ്ടെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ സഹായിച്ചാൽ അവനെ ആര് സഹായിക്കും? അല്ലാഹ് സഹായിക്കും. എപ്പോഴും അഖ്റാന്റെ ഇടയിലാണ് അസൂയ ഉണ്ടാവുക. അഖ്റാന്റെ ഇടയിലാണ് മിക്കവാറും അസൂയ ഉണ്ടാവുക. അഖ്റാന് എന്ന് പറഞ്ഞാല് ഒരുപോലത്തെ ജിൻസ്. അത് എഴുത്തുകാരനോടുള്ള ഒരു അസൂയയാണ്. പിന്നെ കച്ചവടക്കാരനോട് അസൂയ, അത് തന്നെ വ്യത്യാസമുണ്ട്. മീൻ കച്ചവടക്കാരനോട് അസൂയ, പലചരക്ക് കച്ചവടക്കാരനോട് അസൂയ, ഫോറിൻ കച്ചവടക്കാരനോട് അസൂയ. അങ്ങനെ പറയാ. നിന്റെ അടുത്ത് എടുത്തിട്ടില്ലെങ്കിൽ വിരോധമൊന്നുമില്ല. അവറാന്റെ കച്ചവടത്തിൽ പോയി പെടണ്ട, അതൊക്കെ മേഡ് ഇൻ ജപ്പാൻ എഴുതിയുള്ളൂ. എനിക്കറിയാലോ അവന്റെ കാര്യം, അത് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് പേക്കാക്കണം, നിന്റെ എടുക്കാൻ വേണ്ടി പറയല്ലേ എന്ന് പറയാം. അങ്ങനെയാണ് സിംസാറിനോട് അസൂയ, അഥവാ ദല്ലാലിയോട് അസൂയ. ദല്ലാലിക്ക് വെടിവെക്കും, മീൻകാരന് വെടിവെക്കും, മസാലക്കാരന് വെടിവെക്കും. അങ്ങനെയാ, അങ്ങോട്ടും വെടിവെക്കും. അങ്ങനെ ഇന്ന സഫിയ ഒരു പെണ്ണ് ചക്കുളത്തിക്ക് വെടിവെക്കും, ലറത്തിന് വെടിവെക്കും. അങ്ങനെയാണ്. ഒരു പെണ്ണിന് അവളെ ഭർത്താവിന്റെ മറ്റേ ഭാര്യയോട് അസൂയ ഉണ്ടാവും. ലറത്ത് എന്ന് പറയും. ലറിൽ നിന്നാണ് ലറത്ത് നിന്ന്. ഇവൾക്ക് അവളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതിനാൽ ലറത്ത് എന്ന് പറഞ്ഞ തന്നെ വെടിവെക്കും. അതൊരു വെടിയാ. എന്ത് ചെയ്യാ? ഇന്ന സഫിയ
നിങ്ങൾ നല്ലൊരു മനുഷ്യനല്ലേ നബിയെ, നിങ്ങൾ വേറെ പെണ്ണുങ്ങളൊന്നും കിട്ടിയില്ലേ, ഈ സഫിയാനെ കല്യാണം കഴിക്കാൻ, ഇന്ന സഫിയ കഥാ വക്കഥ, സഫിയ ഒരു കുള്ളത്തിയാണ്. ആര് പറഞ്ഞു? ആയിഷ ബീവി എന്നാണ്. മനസ്സിലായില്ല? ഇന്ന സഫിയ കരാ വക്കരാ, സഫിയ ഒരു കുള്ളത്തിയാണ് നബിയെ. കുള്ളത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായത് നിങ്ങൾക്ക്? വലിപ്പല്ല. നല്ലൊരു നിങ്ങളുള്ള മനുഷ്യർ എന്തിനാ സഫിയാന്? സഫിയ ഒരു കുള്ളത്തിയല്ലേ നബിയെ. അപ്പോൾ പറഞ്ഞു ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതുഹു. യാ പറഞ്ഞ വാക്കെങ്ങാനും കടൽ കൊണ്ടുപോയിട്ടാൻ 7 കടലും കലങ്ങും. ആ വാക്കെങ്ങാനും കടൽ കൊണ്ടുപോയിട്ടാൽ കടൽ കലങ്ങും. അപ്പറഞ്ഞ വാക്ക് ലൗ ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതുഹു. നീ പറഞ്ഞ ആ വാക്ക് കടൽ കൊണ്ടുപോയിട്ടാൽ കടൽ കലങ്ങും. അങ്ങനെയാണ്. മൈക്കക്കാർക്ക് മൈക്കക്കാരോട് അസൂയ, അങ്ങനെയാണ്. പന്തലാർക്ക് പന്തലവരോട് അസൂയ, ഒക്കെയാണ്. വയലുറന്നവർക്ക് വയലുറന്ന അസൂയ, എല്ലാം അങ്ങനെ ജിൻസിലുണ്ടാവുക. കമ്മിറ്റിക്കാർക്ക് കമ്മിറ്റിക്കാരോടും അങ്ങനെ അസൂയ, വാളണ്ടിയർക്ക് വാളണ്ടിയറോട് അസൂയ, അങ്ങനെ ഉണ്ടാവുക. ഒരു ജിൻസിൽപ്പെട്ടവർക്ക് അസൂയ ഉണ്ടാവുക, അങ്ങനെയാ. അക്രാൻ അതിന്റെ കാരണം ഹുബ്ബുൽ ജാഹ് ഭൗതികതയുടെ നേട്ടമാകുന്നു. പിന്നെയോ അവരുദ്ദേശിക്കുന്ന ആളുടെ അടുത്തുള്ള സ്ഥാനം താല്പര്യമാവുന്നു. അവരൊരാളടുത്ത് സ്ഥാനം ഉദ്ദേശിക്കുന്നുണ്ടാവും, ആ താല്പര്യം ഇതാണ്. പിന്നെയോ അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന സദസ്സുകളിൽ സ്വന്തം മദ്ഹ് പറയാതിരിക്കുക. ആരോട് അസൂയുണ്ട്, അയാളെ പറ്റിയാണ് പറയാം. എന്താണ് അയാളെ പ്രസംഗം? ഒരു പ്രസംഗകൻ പറയാം മറ്റേ ആളെ പറ്റി, എന്താണ് അയാളെ പ്രസംഗം, അതാണ്ട് പറയാനാണ്ട് കഴിയൂല. അങ്ങനെയാണ്. നമ്മളെ പറ്റിയൊക്കെ തന്നെ പറയാം, അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ, ഇങ്ങനെ പറയാ. പിന്നെയോ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പിന്നെയോ എപ്പോഴും അയാളോട് വിനയം കാണിക്കുക. അയാളെ കണ്ടാൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് വിനയം കാണിക്കുക, അയാളോട് നല്ല വിനയം കാണിക്കുക. പിന്നെ എന്ത് ചെയ്യുക? ഹസദ് പോകാനുള്ള ഒരു കാരണം മരണചിന്ത കൂട്ടിയാൽ അസൂയ പോകും. ഈ പറഞ്ഞ മനുഷ്യന്മാർക്കൊന്നും അസൂയ ഇല്ലാത്തൊരു നേരമുണ്ട്. എപ്പോ? മരിക്കാനൊരുങ്ങുന്ന നേരം. അപ്പോൾ അസൂയ ഉണ്ടാവില്ല. മരിക്കാൻ ഇങ്ങനെ കിടക്കുമ്പോ എല്ലാരോടും പറയും, നമ്മളൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പൊരുത്തപ്പെടണേ എന്നൊക്കെ ഇങ്ങനെ പറയും. കാരണം ഇനി പൊരുത്തപ്പെട്ടാലും വലിയ നഷ്ടമൊന്നും ഇല്ല. ഇനി പഞ്ചായത്തിൽ മെമ്പറാകണില്ല, നിയമസഭയ്ക്കില്ല, ഒന്നുമില്ല, കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. അതും പറയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവാം, അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യാ? അയാളോട് വിനയം കാണിക്കുക. മാത്രമല്ല മരണചിന്ത അധികരിപ്പിക്കുക. ഞാൻ മരിക്കുന്ന തടിയല്ലേ, എന്തിനെന്ന് ചിന്തിക്കാം. ദുന്യാവിന്റെ താല്പര്യം കുറയും, അസൂയ കുറയും. പിന്നെയോ നേരം വൈകി. പിന്നെയോ അസൂയക്കാരൻ എന്ത് വിചാരിക്കുക? ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു. എന്റെ റബ്ബ് കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നത് എന്റെ റബ്ബാണ്. ഇപ്പോൾ അവന് കൂട്ടണ സമയമാണ്, എനിക്ക് കുറക്കണ സമയമാണ് എന്ന് വിചാരിക്കാം. ലോകത്തുള്ള എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് കാസിമിയെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചാൽ, എല്ലാരും തീരുമാനിച്ചു കാസിമിയാണ്, ഈ വയറിലൊക്കെ തിരക്കിടില്ലല്ലോ, അയാൾ നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചാലോ? ലൗ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ കതബഹു അല്ലാഹു ലക്. അല്ലാഹു തആല നിനക്ക് നിശ്ചയിച്ചതല്ലാതെ കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല, കഴിയില്ല. ഇനി അവർ തന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലോ ഒന്നും നടക്കൂല. 100 ഒട്ടകം ഇനാം വിളിച്ച മനുഷ്യനെയാണ് ഒരൊട്ടക പുറത്ത് വരുമ്പോൾ
ബദറു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജീത ബിൽ അംരിൽ മുതാഇ ജീതാശ റഫ്തൽ മദീന മർഹബാ യാ ഖൈറ ദാഇ യാ നബി. നൂറൊട്ടകം ദിനാം വിളിച്ചിരുന്നു ഈ മനുഷ്യന്റെ തലക്ക്. ആ മനുഷ്യനാണ് അതാ ഒരൊട്ടകപ്പുറത്തെ മദീനയിലേക്ക് വരുന്നത്. തിരിച്ച് ഒരൊട്ടകപ്പുറത്ത് മക്കയിലേക്ക് വരുമ്പോ പാട്ടുപാടുകയാ. മദീനയിൽ വന്നപ്പോ നാട്ടുകാർ പാട്ടുപാടി. തിരിച്ച് മക്കയിലേക്ക് പോയപ്പോഴും അപ്പോഴും ഒട്ടകപ്പുറത്താ. ഒട്ടകം നൂറൊട്ടകം തലക്കനാൻ വിളിച്ചു. എന്തുകൊണ്ട്? ലൗ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലായി യളുറുക ബിശൈഇൻ ലം യളുറുക ഇല്ലാ ബിശൈഇൻ കതബഹുല്ലാഹു അലൈക. ഈ ലോകം മുഴുവനും ഒരുമിച്ച് കൂടി നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും അള്ളാഹ് കരുതിയതല്ലാതെ നടപ്പില്ല. ഒരൊട്ടകപ്പുറത്ത് മടങ്ങി വന്നു മക്കയിലേക്ക്. പാട്ടുപാടാ. എങ്ങനെ പാടിയത്? അന നബിയുൻ ലാ കർബ് അന ബിൻ അബ്ദിൽ മുത്തലിബ്. അന ഉറക്കം കൊണ്ട് പാട്. അന നബിയുൻ ലാ കർബ് അന ബിൻ അബ്ദിൽ മുത്തലിബ് അന നബിയുൻ ലാ കർബ് അന ബിൻ അബ്ദിൽ മുത്തലിബ്. അതുകൊണ്ട് ബുസ്താനിക്ക് ഇവിടെ ഒരു കച്ചവട പീടിക വെച്ചു. ഞാനൊരു കച്ചവട പീടിക നേരത്തെ തന്നെ ഉണ്ട്. എനിക്കിവിടെ പാളയത്തൊരു കച്ചവട പീടികയുണ്ട്. പിന്നെ ബുസ്താനി ഒരു കച്ചവട പീടിക കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അയാളെ കടയൊക്കെ ആളുകൾ കയറുന്നു കണ്ടു. എന്നാ ഞാൻ ബേജാറാകണ്ടയില്ല. ഇന്നല്ലാഹ യബ്സുതുർ റിസ്ഖ ഇന്ന റബ്ബി യബ്സുതുർ റിസ്ഖ ലിമൻ യശാ. അല്ലാഹു തആല എനിക്കിപ്പോൾ അത്രേ വിധിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ എടുക്കുന്ന പണി എന്താണെന്നറിയോ? ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. എനിക്കറിയാം. കോയമ്പത്തൂരിൽ നിന്ന് ലാട്ട് പൊളിച്ച് കൊണ്ടുവന്നതാണ്. നിങ്ങൾ പൊളിഞ്ഞോളി, അങ്ങനെ കൂടിക്കോളി, കുഴപ്പമൊന്നുമില്ല. 3-ാം ദിവസം സാധനം പൊളിക്കും, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെയാണ്. അപ്പുറത്തെ ഒരു ടൈൽസ് കച്ചവടക്കാരന്റെ പീടികയിലേക്ക് പോകുമ്പോൾ ഈ ടൈൽസ് കച്ചവടക്കാരൻ പറയും കുഴപ്പമില്ല, നമ്മളിത് വാങ്ങണമെന്ന് ഇല്ല. പക്ഷെ 4-ാം ദിവസം വെളുത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വരരുത്, പണ്ടോടക്ക് പോവോ ഇത് പറയാം. ആ മറ്റൊരു പേടിയായി പഠിച്ചോനെ എന്ന്. ഒന്നുമില്ല, നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി എടുക്കണമെങ്കിൽ ആ കോഴിക്കോട്ട് പോയിക്കോ, എന്നാലും പന കിട്ടണ്ട. മനസ്സിലായില്ല? ഞാൻ കോഴിക്കോട്ട് പോയിക്കോ എന്ന് പറയാം. അല്ലെങ്കിൽ കുന്നാമ്പലത്ത് പോയി എടുത്തോ എന്ന് പറയാം. എന്തിനാ? നമ്മളെ കാര്യമൊക്കെ നമുക്കറിയില്ല. അതിൽ ഏറ്റവും മോശം ഓൻ കൊണ്ടുവരുന്നത് എന്ന് പറയാം. ഇതന്നെ ഇന്ന റബ്ബി യബ്സുതുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു. എന്നാ നമ്മൾ അങ്ങോട്ട് ക്ഷമിക്കുക. ചില നേരത്തെ അല്ലദീന ഇദാ സാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. ക്ഷമിച്ചണെന്നാൽ റഹ്മത്ത് ഇറങ്ങി വരും. പിന്നെ 2 ആഴ്ച ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അവനും ആവറേജ് കച്ചവടം ഉണ്ട്. സ്വർണ്ണ പീടിക കൂടിയതിന്റെ പേരിൽ പീടിക പൂട്ടുകയാണെങ്കിൽ കൊടുവള്ളി പൂട്ടണം. യമീനം വശിമാലൻ വറാൻ വാമ. എവിടെ നോക്കിയാലും എന്തേ ഉള്ളൂ? സ്വർണ്ണപ്പീടിയുള്ളൂ. എന്നിട്ട് എന്തേ പൂട്ടിയത്? അതിനനുസരിച്ച് ആളുകൾ പൊന്നെടുക്കാൻ നല്ലതൊന്നും കൂടെ കൊടുവള്ളി എന്നിട്ട് അങ്ങ് പോവാണ്. മനസ്സിലായില്ല? അങ്ങനെയാണ്. ഒരു മാർക്കറ്റ് ഒരേ സൈഡിൽ. ഇവിടെ കമ്മത്ത് ലൈൻ എന്നല്ലേ പറയാം. ഇവിടെ കമ്മത്ത് ലൈൻ ഉണ്ട്. അവിടെ ഒക്കെ സ്വർണ്ണക്കടയാ. എല്ലാവരും വല്ല പൊന്നെടുക്കണമെങ്കിൽ അങ്ങോട്ട് പോകും. ഒക്കെ സ്വർണ്ണക്കടയാണ്. അവിടെ അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. എന്തിനാ? ഇന്ന റബ്ബി യബ്സുതുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു. എല്ലാം നൽകുന്നത് ആരാണ്? അല്ലാഹു. പേടിക്കണ്ട. പിന്നെ നമ്മളെ റിട്ടയർഡ് ആക്കണം എന്ന് അള്ളാഹ് തീരുമാനിച്ച അതിനെന്താ ഉള്ളത്? അല്ലെങ്കിലും നമ്മൾ റബ്ബിൻ്റെതാണ്. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന തൗസിഅത റിസ്ഖി വതളീഖഹു ലൈസ ദലീലൻ അലാ റിളല്ലാഹ്. ഒരാൾക്ക് ഭക്ഷണം കൂടി കുറഞ്ഞു എന്നത് അള്ളാന്റെ പൊരുത്തത്തിന്റെ മാനദണ്ഡമല്ല. ലോകത്തെ നമ്പർ 1 പണക്കാരൻ ഇന്നും മുശ്രിക്കാണ്. ബിൽ ഗേറ്റ്സ്. ലോകത്തെ നമ്പർ 1 പണക്കാരൻ ഇന്നും ബിൽ ഗേറ്റ്സ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ ചെയർമാൻ ആയിരുന്ന സ്ഥാനം അയാൾ ഒഴിവായി തോന്നുന്നു. മൈക്രോസോഫ്റ്റ്
ബിൽഗേറ്റ്സ് രാജിച്ചു. ബിൽഗേറ്റ്സ് ആണ് ലോകത്തെ നമ്പർ 1 പണക്കാരൻ. ആരാ? മുശ്രിക്ക. ഇന്ന ശിർക ലളുൽമുൻ അലീം, ഇന്ന ശിർക ലളുൽമുൻ അലീം. മുസ്തഫ നബി പറഞ്ഞു, ഇന്നല്ലാഹ യുഅ്തിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലാ യുഹിബ്ബു. അല്ലാഹു ഉറുപ്പിക പണം ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. ഒരാൾക്ക് പണം കിട്ടി എന്നത് അള്ളാന്റെ പൊരുത്തത്തിന്റെ മാനദണ്ഡമേ അല്ല. ഇന്നല്ലാഹ യുഅ്തിൽ മാല ലിമൻ യുഹിബ്ബു ലിമൻ അഹബ്ബ വലിമൻ ലാ യുഹിബ്ബു. ആർക്കും കൊടുക്കും. ഇതത്രയുള്ളൂ. ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. ഇത് നിസാരാണ്. ഇതിനു വേണ്ടി കൂടണ്ട. ഇതെന്താ? യദ്ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅസിഖുഹാ അദല്ലു മിനൽ ദലീലി. യദ്ദുനിയാ. എന്തൊരു പാട്ടാ! ഇതൊന്നും നിങ്ങൾക്ക് പാടാൻ കഴിയില്ലല്ലോ. എൻ്റെ കുട്ടിക്കാലത്ത് ഇത് പാടുന്ന അമ്പോടും കാരണവന്മാരുണ്ടായിരുന്നു. ഇത് തഅലീമുൽ മുതഅല്ലിമിലുണ്ട് ആ പാട്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഇഷ്ടംപോലെ നാടന്മാർക്ക് കിട്ടും. ഇന്ന് നാടന്മാർക്ക് പോലും ഇത് കിട്ടൂല. ആർക്കും കിട്ടൂല. പഠിച്ചവർക്ക് പോലും കിട്ടുമെന്ന് സംശയം. തസവുഫൊക്കെ പറ്റ ഒഴിവാക്കി. നാളെ ആ വിഷയമാണ്. യദ്ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅസിഖുഹാ അദല്ലു മിനൽ ദലീലി. വളരെ നിസാര, വളരെ തെന്തപ്പതിന്റെ കഥ. അങ്ങനെയാണ്. എന്റെ കുപ്പായം അലക്കാൻ എന്റെ ഭാര്യ എടുത്താൽ എന്ത് ചെയ്യും? മൂപ്പർക്ക് ആവശ്യം ഉണ്ടാവുന്ന നോട്ടെടുത്തിട്ട് തലയണന്റെ അടിയിൽ വെക്കും. പിന്നെ ഞാൻ കുപ്പായിട്ട് വരുമ്പോ എന്ത് ചെയ്യും? സാധാരണ അവള് കുപ്പായം അലക്കാൻ വേണ്ടി എടുക്കും. മനസ്സിലാവണില്ലേ? കുപ്പായം അലക്കാൻ വേണ്ടി ഭാര്യ എടുത്താൽ ഈ പൈസ എടുത്തിട്ട് തലേന്നൻ്റെ അടിയിൽ വെക്കും. എന്നിട്ട് അലക്കിക്കൊണ്ടത് വസ്ത്രം അവിടെ വെക്കും. പിന്നെ ഞാൻ മടങ്ങി വന്നിട്ട് ഞാൻ വസ്ത്രം മാറ്റിയിട്ട് സ്ഥിരം തലേന്നൻ്റെ അടിയെ പൊക്കിയിട്ട് അവിടുന്ന് പൈസ എടുത്ത് പോക്കറ്റില്ല. അതൊരു അവസാനത്തെ കർമ്മമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ശരി, ഇനി ഞാൻ മരിച്ചു നിൽക്കാം. ഇപ്പോൾ ഞാൻ മരിച്ചു നിൽക്കാം. എന്നാൽ ഈ കുപ്പായം അങ്ങോട്ട് മാറ്റും. കുപ്പായം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പൈസ എടുത്തിട്ട് അങ്ങനെ വെക്കൂല. ഇവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അവിടെ കടന്നോട്ടെ, വാപ്പാന്റെ മയ്യത്തിന്റെ അടിയിൽ കടന്നോട്ടെ, വാപ്പാക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എത്തി അവിടെ വെക്കൂല. എന്തുകൊണ്ട്? വാപ്പാക്ക് ഇനി അതുകൊണ്ട് ഉപകാരല്ല. അങ്ങനെയാണ്. 10 മുതലാളിമാര് തമ്മിൽ വർത്താനം പറഞ്ഞു. എന്തൊക്കെ നിങ്ങൾക്കുള്ളത്? എനിക്ക് ഷാർജിൽ കച്ചവടം ഉണ്ട്, പിന്നെ ഞാൻ ദുബായിൽ ഒരു കച്ചവടം തുടങ്ങാൻ കരുതുന്നുണ്ട്, കൊടുവള്ളി 4 ജ്വല്ലറി ഉണ്ട്, ഇവിടെ അങ്ങനെ കമ്മത്തിലൈന് വേറെ ഒന്നുണ്ട്, മറ്റൊന്ന് എനിക്ക് ജ്വല്ലറി ഒന്നും ഇല്ല. റിയൽ എസ്റ്റേറ്റ് അങ്ങനെ അത്യാവശ്യം അൽഹംദുലില്ലാ 28 പല്ലുണ്ടായതുകൊണ്ട് അതങ്ങനെ പോകുന്നുണ്ട്. എന്നെ അങ്ങനെ അങ്ങോട്ട് എങ്ങനെയൊക്കെ അല്ല എൻ്റെ ഉള്ളത്. എനിക്കൊന്നുമില്ല, കയപ്പൊന്നുമില്ല. എന്നാലും കുറച്ച് ഭൂമി സ്വത്തൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്കതൊന്നുമില്ല. കുറച്ച് വണ്ടി ഓടുന്നുണ്ട് എന്നുണ്ട്. ഒന്നാൽ എനിക്ക് കുറച്ച് കല്ല് ലോറി ഉണ്ട്, കൽക്കോറി ഉണ്ട്. എന്ന് ഇനിയിപ്പോ ഈ 10 മുതലാളിമാരും ഇപ്പൊ അങ്ങോട്ട് മരിച്ചു നോക്കാം. മയ്യത്തിന് പരസ്പരം വർത്താനം പറയാൻ അള്ളാഹു തആല തൗഫീക്ക് കൊടുത്തു നിൽക്കുക. എന്നിട്ട് മയ്യത്ത് പരസ്പരം പറഞ്ഞു, എന്താ നിങ്ങൾക്ക് ഉള്ളത്? അപ്പൊ മറ്റേ മയ്യത്ത്, എന്താ എനിക്കുള്ളത്? എനിക്ക് ഒരു 3 കഷ്ണം കിട്ടുന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. എനിക്ക് അതും കുറയാൻ സാധ്യത ഉണ്ട്. എന്റെ മൂത്ത മകൻ കൈകാര്യക്കാരനോ, വലിയ അരക്കനാ, വലിയ കള്ളനാ. എന്റെ കുട്ടിക്കാലത്തെ കള്ളനായതുകൊണ്ട് എന്റെ 3 മിക്കവാറും 2 സാധ്യത ഉണ്ട്. അഖല്ലു മിനൽ ഖലീലി വഅസിഖുഹാ അദല്ലു മിനൽ ദലീലി. അദ്ദുനിയാ ജീബത്തുൻ വതാലിബുഹാ കിലാബ്. ദുനിയാവ് എന്നത് ഹലാൽ ഹറാമു നോക്കാത്ത ശവമാണ്. അതിന്റെ പിന്നാലെ ഹലാൽ ഹറാമു നോക്കാതെ പായുന്നത് നായ്ക്കളാകുന്നു. പുണ്യനബി പറഞ്ഞു, അദ്ദുനിയാ ജീബത്തുൻ വതാലിബുഹാ കിലാബ്. അപ്പൊ എന്ത് ചെയ്യാ? അസൂയ തോന്നുന്നവർ ഇന്റെ റബ്ബാണ് കൊടുക്കുന്നവര് എന്ന് കരുതുക.
പിന്നെ എനിക്കും തരുമെന്ന് വിചാരിക്കുക. എന്റെ അടുത്ത് എവിടെയോ ഒരു കമ്മിയുണ്ട്, അത് ഞാനൊന്ന് നന്നാക്കാം. ഇത് നിങ്ങൾക്ക് കാണാതെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ മര്യാദ പഠിപ്പിക്കും. ഇത് കാണാതെ കിട്ടേണ്ട ആയത്താ. ഇതൊരു മോമിന് കാണാതെ കിട്ടൽ നിർബന്ധമായ ആയത്താ. ഒരാൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ അവനൊരു പോംവഴി അള്ളാഹു കാണിച്ചു കൊടുക്കും. അവന്റെ വഴി ആരുണ്ടാക്കും? അവൻ അറിയാത്ത മാർഗത്തിൽ. മറ്റേ പീടിക അവിടെ വന്നപ്പോൾ ഈ പീടികയിൽ കമ്മിയുണ്ടായി, ആയിക്കോട്ടെ. അപ്പോഴാണ് വേറെ അറിയാത്തൊരു മാർഗത്തിൽ വലിയൊരു ആദായം ഇപ്പുറത്തേക്ക്. അപ്പൊ വിവരം പിറ്റേത്തെ മാസം മകൻ വിളിച്ചു, അപ്പ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, റായത്ത് കമ്പ്യൂട്ടറിന്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ശമ്പളം 800 ആട് മേടിക്കുന്ന മകൻ 2ാം മാസം വിളിച്ചിട്ട് പറഞ്ഞു 2500 സ്റ്റാർട്ടിങ് ശമ്പളമാണ്. ഇവിടെ അപ്പുറത്തെ ഒരു പീടിയ വന്ന സമയം. അൽഹംദുലില്ലാ, ഇത് അധ്വാനിച്ച് നേടണം. മറ്റത് മകൻ കൊണ്ടുവന്നുകൊണ്ട് കൈകാര്യം ചെയ്താൽ മതി. ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക്കിന്റെ മകനെ ശത്രുക്കൾ പിടിച്ചു. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് പോയി പറഞ്ഞു, നബിയെ, എന്റെ കുട്ടിയാണ് കുടുംബം പോറ്റിയിരുന്നത്, എന്റെ മകനെ ശത്രു പിടിച്ചു. അപ്പോൾ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് പറഞ്ഞു കൂടിക്കോളി അള്ളാഹിനോട്. ഒരാൾക്കും ഒരു കഴിവില്ല, ആർക്കേ ഉള്ളൂ? സാലിം എന്ന ഔഫിന്റെ മകനെ ശത്രുക്കൾ പിടിച്ചപ്പോൾ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് സാലിം ഇങ്ങോട്ട് വന്നു. എങ്ങനെ സാലിം വന്നത്? അതാ രസം. സാലിമിനെ പിടിച്ചു കെട്ടിയ ശത്രുഗോത്രം ഒരു രാത്രി കള്ളു കുടിച്ചു. കുറച്ചാളുകൾ കള്ളു കുടിക്കാതെ സാലിമിനെ നോക്കിക്കൊണ്ടിരുന്നു. സാലിം എന്ത് ചെയ്തു? കള്ള് കുടിച്ച് കിടന്നൊരു ഭാഗം കിടക്കുന്നുണ്ട്. സാലിം ഇങ്ങോട്ട് എണീറ്റിട്ട് കുടിക്കാത്തവരെ നന്നാക്കി അങ്ങോട്ട് കൊടുത്തു, ആട്ടി കൊടുത്തിട്ട് ഇങ്ങോട്ട് വീഴ്ത്തി. എന്നിട്ട് സാലിം ഓടി, ആ ഗോത്രത്തിന് ഓടി പകുതിയായപ്പോ സാലിമിന് തോന്നി, എന്തിനാ അങ്ങനെ വെറുതെ ഓടുന്നു? അവർക്ക് ആയിരക്കണക്കായ ആടുകളുണ്ട്, ഒട്ടകങ്ങളുമുണ്ട്. എല്ലാം കള്ളു കുടിച്ചും അടി കിട്ടിയും വീണ് കിടക്കുക. ഞാനേതായാലും വെറുതെ പോണ്ടെന്ന് വിചാരിച്ച് മടങ്ങി വന്നിട്ട് ഈ ആടിനെയും ഒട്ടകങ്ങളെയും തെളിച്ചു. 4000 ആടുകളും 100ഓളം ഒട്ടകങ്ങളെയും തെളിച്ചിട്ട് ഔഫിന്റെ വീട്ടുപടിക്കലേക്ക് വന്നു. പാപ്പാക്ക് ബേജാറായി, പടച്ചോനെ മകൻ വരാൻ വേണ്ടിയല്ലേ ദുആ ചെയ്തിട്ടുള്ളൂ, ഈ മുതലൊക്കെ കൊണ്ടുവന്ന് എന്തിനാ വന്നത്? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പറഞ്ഞു, നബിയന്റെ മകൻ സാലിം വന്നു, പക്ഷെ വലിയ കുസൃതിക്കാരനാണ്. മുമ്പേ കുസൃതിക്കാരനായ സാലിം ഇപ്പോൾ ആ ഗോത്രത്തിന്റെ മുതൽ മുഴുവനും കൊണ്ടുവന്നു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, മിണ്ടണ്ട, നാട്ടുകാർക്ക് കൊടുക്കേണ്ടി വരും, മിണ്ടണ്ട, ഒറ്റക്കെടുത്തോ. യുദ്ധത്തിനാണെങ്കിൽ വേറുള്ളവർക്ക് ഓഹരി കൊടുക്കണം, ഇതിലാർക്കും ഓഹരിയില്ല. ശത്രുഗോത്രത്തിൽ നിന്ന് സ്വയം യുദ്ധം ചെയ്ത് കൊണ്ടുവന്ന സമരാർത്ഥിത സമ്പത്താണ്. ഒരു ഉറുപ്പിക പോലും ആർക്കും വേണ്ട. ആ നാട്ടിലെ മദീനയിലെ ഏറ്റവും ദരിദ്രനായ ഔഫിന്റെ കുടുംബം ഒരു രാത്രി കൊണ്ട് വലാ ഹൗല വലാ ഖുവത, അതാണ്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അത് പറയാനാ ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. സൂറത്തു തലാഖിൽ 3-4 ആയത്ത്. അള്ളാനെ പേടിച്ചവർക്ക് ഒരു പുറത്തു വരാനുള്ള പോംവഴി അള്ളാഹു പറയി കൊടുക്കും. പിന്നെ അവൻ അറിയാത്ത മാർഗത്തിൽ സൗകര്യം ചെയ്തു കൊടുക്കും. അള്ളാനെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അവൻ ആരും മതി. ഉറക്കപ്പറ, ആരും മതി. പിന്നെന്താ? അപ്പുറത്ത് പീടിയ കച്ചവടം വന്നു, നമുക്കെന്താ? എന്ത് പേടിയുള്ളത്? പിന്നെയോ അസൂയക്കാരൻ ഒന്നുകൂടി മനസ്സിലാക്കുക, അന്ന കുല്ല ദംബിൻ യൂതഫറു ഇല്ലൽ ഹസദ്. എന്തുകൊണ്ട്? തഅല്ലഖ ബിഹി ഹഖ്ഖുൽ ആദമി. വലിയ പ്രശ്ന. എല്ലാ ദോഷവും റമളാനിൽ പൊറുക്കും. എന്ത് പൊറുക്കൂല? അസൂയ പൊറുക്കൂല. എന്തുകൊണ്ട്? അസൂയ പൊറുക്കണമെങ്കിൽ തഅല്ലഖ ബിഹി ഹഖ്ഖുൽ ആദമി. മറ്റവന്റെ അഭിമാനത്തിൽ ഇവൻ കൈയിട്ടിട്ടുണ്ട്, അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടി വരും.
കള്ളുകുടി അള്ളഹാനോട് പറഞ്ഞാൽ പൊറുക്കും. പക്ഷെ അസൂയന്റെ കളി അള്ളഹാനോട് പറഞ്ഞാൽ പൊറുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ആരെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം? ആരോട് അസൂയ കളിച്ചോ അയാളോട്. മനസ്സിലായോ നിങ്ങൾക്ക്? കള്ളുകുടി റബ്ബിനോട് പറഞ്ഞാൽ മതി, റബ്ബേ കഴിച്ചുപോയി, ഇനി പൊറുത്തുകൊണ്ട് റബ്ബേ ഹോബിൽ അസഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ നേരങ്ങളിൽ എണീറ്റേ പൊറുക്കലിനെ തേടിയാ മതി, അല്ലാഹു പൊറുത്തു തരട്ടെ. പക്ഷെ അസൂയ കൊണ്ട് കളിച്ചതാണെങ്കിൽ പൊറുത്തരൂല്ല. ഒരാള് ഉറങ്ങുന്നുണ്ടാ, ഒരാൾ വലിയ അമലും കൊണ്ട് പരലോകത്ത് വരും. അയാൾക്ക് സ്വർഗം വിരിക്കാൻ ഒരുങ്ങുമ്പോ അയാൾ അയൽവാസി വന്നിട്ട് പറയും, റബ്ബേ എനിക്കെതിരെ കളി കളിച്ചവനാണ് റബ്ബേ, ഇവനെയാണ് നീ സ്വർഗത്തിലേക്ക് അയക്കുന്നത്. മനസ്സിലായില്ല? മനസ്സിലായപ്പോ പറഞ്ഞത് ഏതാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും അയൽവാസികൾക്കെതിരെ കളി കളിക്കാൻ പാടില്ല. എന്നാ ഏറ്റവും അസൂയ ആരോടുണ്ടാവുക? അസൂയ അയൽവാസിയോടാ. ജേട്ടന്മാർ, അനുജന്മാർ, പെണ്ണുങ്ങൾ, മൂത്തച്ചി, ഇളച്ചി, അങ്ങനെയാണ്. മാല് ജാഹ് ഷറഫിനനുസരിച്ച് നല്ല ഒരുമയിൽ ജേട്ടനും അനുജനും, എന്നിട്ട് മറ്റൊരുത്ത് ഇങ്ങനെ നീറി ഇങ്ങനെ കയറി വരും. അല്ലെങ്കിൽ അസൂയല്ലേ, അസൂയ തീയ് പോലെയാണ്. തീയ് ചെറിയ പൊരി ഇങ്ങനെ കയറിയിട്ട് പിന്നീട് വലുതാകുക ചെയ്യുക. എന്നിട്ട് ഈ ജേട്ടനും അനുജനും തമ്മിലവിടെ തെറ്റും. ഒരു നല്ല മനുഷ്യന്മാരാ. എന്റെ ഒരു കാരണം എന്നറിയോ? മറ്റയാൾക്ക് കിട്ടുന്നത് കുറച്ച് കൂടുന്നുണ്ട്, ഇന്ന് ഇവൾക്ക് എന്റെ പുതിയാപ്പളക്കിനേക്കാൾ മറ്റാൾക്ക് നേട്ടുണ്ട് തന്നെ. അല്ലാഹു കാക്കട്ടെ പഠിച്ചോനെ. അങ്ങനെ ഒരു വീട്ടിൽ ഞാനൊരു കേസ് മദ്യം പറയാൻ വേണ്ടി പോയി. ആരും അറിയാത്ത ഒരു സംഗതി ആയതുകൊണ്ട് ഞാനത് ആളും പറയാതെ പറയാം. ഒരു കേസ് മദ്യം പറയാൻ വേണ്ടി എനിക്കൊരു അവസരം ഉണ്ടായി. എന്താ വിഷയം? പുതിയ കല്യാണം കഴിച്ചു കൊടുന്ന ഇളച്ചിയോട് മൂത്തച്ചി പറയും, വിരുന്ന് പോയാൽ ഞാൻ ഇന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോഴൊക്കെ ഞാൻ കുറെ എമ്പാടും വിരുന്ന് വാർത്തോളാണ്. ഇപ്പോഴാണ് പിന്നെ കുട്ടികൾ മക്കളൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് നിൽക്കാൻ തുടങ്ങിയത്. ഇപ്പൊക്കെ അവനാന്റെ വീട്ടിൽ പാർത്താലേ അതേ കിട്ടുകയുള്ളൂ. ഈ വേണ്ട മാതിരി ചെയ്തോ. ഇവിടെ വാപ്പാന്റെ കാര്യം ഉമ്മാന്റെ കാര്യം ഞാൻ നോക്കാം. ഭർത്താക്കന്മാര് ഗൾഫിലുമാണ്. ഇത് കഴിഞ്ഞ് ഇവള് വിരുന്ന് പോകും. ഈ അഞ്ചത്തി വിരുന്ന് പോയി കഴിഞ്ഞാൽ ഈ അഞ്ചത്തി സാധു ഈ ഇളച്ചി എന്ത് വിചാരിക്കും? മൂത്തച്ചി ഉണ്ടല്ലോ, താത്ത പറയും ചെയ്തിട്ടുണ്ടല്ലോ, കാര്യമൊക്കെ ഞാൻ നോക്കാം. ഇവള് 4 ദിവസം കഴിഞ്ഞാൽ 8 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഇതേ സമയത്ത് എന്ത് ചെയ്യും? ഈ മുത്തച്ഛി അമ്മായിമാരോട് അമ്മോശാക്കാനോട് എന്ത് പറയും? എങ്ങനെ മനുഷ്യന്മാരെ മക്കളെ കല്യാണം കഴിക്കണം. എങ്ങനെയുണ്ട് ഇന്നത്തെ അവസ്ഥ? എന്താണ്? വന്നാവല്ലേ, ഞാൻ ഇന്നത്തെ വരെ നിങ്ങൾ പറഞ്ഞ ദിവസത്തിന് തലേന്ന് വന്നു എന്നല്ലാതെ ഒരു മണിക്കൂറിൻ്റെ നേരം വൈകിയിട്ടുണ്ടോ? ആരോട് പറയാ? മനസ്സിലാണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ധാരണയാണ്. നിയമ ഇളച്ചി മൊത്തച്ചും തെറ്റിപ്പോകരുത്. തിരിച്ചിങ്ങോട്ടുണ്ടോ അങ്ങോട്ടുണ്ടോ തന്നെ. എന്താ കാരണം? സൂയ പുതിയ പെണ്ണല്ലേ, അപ്പൊ അതിനോടൊരു താല്പര്യം കൂടുതൽ അമ്മോശാക്കും അമ്മായിമാക്കും കൂടിയിട്ടുണ്ടാവും. അങ്ങനെ അപ്പൊ മറ്റൊടുത്തുന്ന സൂയ എവിടെയും അതിങ്ങനെ ഇന്നല്ല ഹസാദ. അപ്പൊ എന്ത് ചെയ്യണം? ഇതൊക്കെ റബ്ബിന്റെ നിശ്ചയങ്ങളല്ലേ. എന്തിനാ നമ്മൾ അവിടെ കളിക്കേണ്ട ആവശ്യം? അതൊക്കെ റബ്ബിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യാ? ഏത് ദോഷവും പൊറുക്കും. എന്നാൽ അസൂയ കൊണ്ടുള്ള ദോഷം പൊറുക്കുകയില്ല. അത് അയൽവാസിയോട് അസൂയ ഉണ്ടാവുക. അങ്ങനെയാണ്. എങ്ങനെ? ഒക്കെ പലപ്പോഴും ഉണ്ടാവും. ഏതേ വളരെ അധികരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന്. എന്നാലോ ഇനി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസൂയക്കാരെ മനസ്സിലാക്കുക. നട്ടക്കാരൻ അവനാ. എന്തുകൊണ്ട് അവൻ റബ്ബിന്റെ അടുക്കൽ കുറ്റക്കാരനാണ്, മനുഷ്യന്മാരുടെ അടുക്കലും കുറ്റക്കാരനാണ്. ജനങ്ങൾ അവനിൽ നിന്ന് ഓടി അകലും. നല്ല സ്വഭാവമുള്ള ആളുകളുടെ അടുത്തേക്ക് മനുഷ്യന്മാരിങ്ങനെ ആളുകൾ വരും. ഹബീബ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ആളുകൾ വന്നു. കാരണം മുസ്തഫ നബിയുടെ സ്വഭാവം നന്നായിരുന്നു. മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയെ ഇസ്ലാം മതം എന്നാൽ എന്താണ് നബിയെ? ഫഖാല, ഹബീബ് പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുൽഖി, ദീൻ എന്നാൽ സൽസ്വഭാവമാണ്. ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു, നബിയെ ഇസ്ലാം എന്നാൽ എന്താ? ഫഖാല അദ്ദീനു ഹുസ്നുൽ ഖുൽഖി, ദീൻ എന്നാൽ സൽസ്വഭാവമാണ്. ഖാല റസൂലുള്ളാഹി. പിന്നെ ചോദിച്ചു, നബിയെ ദീൻ എന്നാൽ എന്താണ്? അപ്പോൾ പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ഖുൽഖി. പിന്നെ ചോദിച്ചു, നബിയെ അപ്പോൾ അദ്ദീനു ഹുസ്നുൽ ഖുൽഖി. അല്ലാഹു സൽസ്വഭാവം നമുക്ക് നൽകട്ടെ. ഇനിയോ ഇങ്ങോട്ട് നോക്കൂ. സൂറത്തുൽ ഫാത്തിർ 43-ാമത്തെ വചനം, വലാ യഹീഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലി. എന്തൊരായത്ത! ഒരാൾക്കെതിരെ ഏതൊരു കുതന്ത്രം ചെയ്താലും ആ കുതന്ത്രം അവനിലേക്ക് മടങ്ങി വരും. അല്ലാഹു കാക്കട്ടെ. എങ്ങനെ വലാ യഹീഖുൽ മക്റു സയ്യു ഇല്ലാ ബിഅഹ്ലി.
ഒരു കുതന്ത്രം ആരുണ്ടാക്കിയാലും അസൂയ ആർക്കാണ് മൂത്തത് എന്ന് ചരിത്രം വിധി എഴുതും. അസൂയ ആർക്ക് മൂത്തു എന്ന് ചരിത്രം വിധി എഴുതും. ഏതെങ്കിലും കാസറ്റിന്റെ പുറത്ത് അസൂയ മൂത്തു എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് കാസറ്റിന്റെ പുറത്ത് ഏതെങ്കിലും അക്ഷരമാല കൂട്ടിയിട്ട് കാര്യമില്ല. അസൂയ ആര് മൂത്തു എന്ന് ചരിത്രം വിധി എഴുതും. അസൂയ ആർക്ക് മൂത്തു എന്ന് സദസ് വിധി എഴുതും. ഒരു കാലഘട്ടത്തിൽ ശബ്ദം കൊണ്ട് മനുഷ്യരാശിയെ അത്ഭുതപ്പെടുത്തിയ ആളുകളിൽ നിന്ന് പിന്നീട് അവരിലുള്ള അബദ്ധം കാരണം ജനങ്ങൾ അവരിൽ നിന്ന് പിന്മാറുകയും പുതുനാമ്പുകൾ സമൂഹത്തിൽ കയറി വരികയും ചെയ്യുന്ന നേരത്തെ അതിനെ അടിച്ചൊടുക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചാലോ അവർക്ക് സിമന്റ് കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, പക്ഷേ മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? ചീത്ത ചതി ആര് കരുതിയാലും അതിന്റെ അഹിലുകാരിലേക്ക് അത് മടങ്ങി വരികയുള്ളൂ. ഒന്നുമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. ചരിത്രാണ് വിധി പറയേണ്ടത്. ചരിത്രം വിധി പറയണം. പക്ഷേ ഈമാന്റെ അവസാനത്തെ കണിക പൊട്ടിപ്പോകുന്നത് വരെ മനുഷ്യൻ ചിന്തിക്കണം. ഹസദും ഈമാനും ഒരുമിച്ച് കൂടുകയില്ല. ഖാല റസൂലുള്ളാഹി, ഹബീബ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒന്ന്, പിന്നെയോ ഇനി സ്വർഗത്തിൽ അവൻ ഇടണ്ടാവില്ല അസൂയക്കാരന്. എന്തുകൊണ്ട്? സ്വർഗത്തിൽ മൂന്നാലൊരു ഗുണമുള്ളവരെ ഉണ്ടാകൂ. ഒന്ന് അൽ മുഹ്സിനു, സുകൃതം ചെയ്തവൻ. രണ്ട് വൽ മുഹിബ്ബു ലഹു, അവനെ സ്നേഹിച്ച് പിന്തുണ കൊടുത്തവൻ. മൂന്ന് വൽ കാഫു അൻഹു, അവനൊരു ആപത്ത് വന്നപ്പോൾ തടഞ്ഞവൻ. അല്ലാതെ അവനെതിരെ കുതന്ത്രം ഉണ്ടാക്കിയവനല്ല, അവനെതിരെ തെമ്മാടിത്തരത്തിന്റെ മാസികകൾ ഇറക്കിയവർക്കല്ല. അഹ്ലുൽ ജന്നത്തി സലാസ, മൂന്ന് വിഭാഗമേ സ്വർഗത്തിലുണ്ടാകൂന്ന് ഹബീബ നബി പറഞ്ഞു. ഒന്ന് അൽ മുഹ്സിനു, ഒന്ന് സുഗന്ധം ചെയ്തവനാണ്. വൽ മുഹിബ്ബു ലഹു, ഒന്ന് സുഗന്ധം ചെയ്തവനെ സൗകര്യപ്പെടുത്തിയവനാണ്. വൽ കാഫു അൻഹു, അവന് ആപത്ത് വന്നപ്പോൾ അവനെ പ്രൊട്ടക്ട് ചെയ്ത് നിലകൊണ്ടവനാണ്. അല്ലാതെ അവനെതിരെ കുഴപ്പമുണ്ടാക്കിയവരെ അല്ല. ഇത് മുസ്തഫ നബി പറഞ്ഞതാ. അല്ലാഹു ആ മൂന്ന് ഗുണവും നമുക്ക് തരട്ടെ. അല്ലാഹു മൂന്ന് ഗുണവും നമുക്ക് തരട്ടെ. ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് അത്ഭുതപ്പെട്ടത് പറഞ്ഞു തരട്ടെ. മുസ്തഫ നബി പറഞ്ഞു, ഏത് നേട്ടം നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങളത് മറച്ചു പിടിക്കുവീൻ. ഹബീബ നബി പറഞ്ഞു, നിങ്ങൾക്ക് ഏതൊരു കാര്യം കിട്ടുമ്പോഴും നിങ്ങൾ മറച്ചു പിടിക്കേണ്ട അളവിൽ മറച്ചു പിടിക്കണം. എന്തുകൊണ്ട്? നിഅമത്ത് ലഭിക്കുമ്പോൾ അസൂയ വരും. മനസ്സിലായില്ല? പിടിയക്കൊലം വരുന്നിട്ട് അങ്ങനെ വിടരുത്. എന്നാലോ നമ്മൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. ചില ആളുകൾക്ക് ഇത്രേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, പിന്നെ അത് അങ്ങനെ പെരുപ്പിക്കും, ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ചോ? മനസ്സിലായി പറഞ്ഞത്? അല്ലാഹു ഒരു നിഅമത്ത് തന്നാൽ ആ നിഅമത്തെ അളവിൽ നമ്മൾ എന്ത് ചെയ്യണം? മറച്ചൊക്കെ മറച്ചേക്കണം. എന്താ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ആയിക്കോട്ടെ, നമുക്ക് എന്താ വേണ്ട ചെയ്യേണ്ട കാര്യം അങ്ങനെയൊക്കെ ചെയ്യാം. ഖൈറായ കാര്യങ്ങൾക്ക് ചെയ്യാം. പിന്നെ അങ്ങനെ അതിങ്ങനെ വെളിപ്പെടുത്തി നടക്കുക. എപ്പോഴും ഈ ആഴ്ച ഒരു വണ്ടി, മറ്റാഴ്ച വേറൊരു വണ്ടി, ഇങ്ങനെ ഇതൊക്കെ നമുക്ക് കടം വാങ്ങിയതാ. പക്ഷെ മനുഷ്യന്മാർക്ക് എന്തുണ്ടാവും? അസൂയ ഉണ്ടാവും. ഞാൻ പറയല്ല, ഹബീബായ നബി പറഞ്ഞു, ഹസദിനെ തൊട്ടൊരു പ്രൊട്ടക്ഷനാണ് എന്റെ സൂറത്തുൽ ഫലക്ക് അധികരിപ്പിക്കുക. ഹസദ് ഒഴിവാകുന്ന ഏറ്റവും വലിയ മരുന്നാണ് സൂറത്തുൽ ഫലക്ക്. മനസ്സിലായില്ലേ? ഒന്ന്. പിന്നെയോ? പിന്നെ കസറത്തുൽ ഫാത്തിഹ. എപ്പോഴും എന്ത് ചെയ്യാ? ഫാത്തിഹ ഓതുക. അസൂയ ഫലിക്കൂല. നമ്മൾക്ക് അസൂയ ഇല്ലാതാവാനുള്ള മരുന്ന് ഞാൻ പറഞ്ഞു. അസൂയ, വേറൊരാൾ അസൂയ നമ്മളെ മേൽ വെച്ചാൽ നമുക്കും ദോഷം വരും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അസൂയ കാരണം കണ്ണേർ പറ്റിയാൽ നമ്മളെ ഏർപ്പാടുകളൊക്കെ മുടങ്ങിപ്പോവും. പലർക്കും അങ്ങനെ മുടങ്ങും. പല വിഷയങ്ങളും അങ്ങനെ ഉണ്ട്. അതൊക്കെ ഉണ്ട് എന്നൊരു കാര്യം ഉറപ്പാണ്. ശൈത്താന്റെ രോഗങ്ങളെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ വിഡ്ഢി എന്നല്ലാതെ വേറൊരാളുമല്ല. അത് ഉറപ്പാണ്. യാതൊരു സംശയമുള്ള ആ കാര്യങ്ങളുണ്ട്.
അപ്പോൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കും കേട്ടോ. ഒരു നിഅമത്ത് ചെയ്യുന്ന ആളുകൾ ലഭിക്കുന്ന ആളുകൾ ആ നിഅമത്തിന്റെ കാലഘട്ടങ്ങളിൽ പെരുപ്പിക്കുക. എന്ത്? സൂറത്തുൽ ഫലക്ക് നിസ്കാര ശേഷവും മറ്റും, പിന്നെ രാത്രി ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴും മറ്റുമൊക്കെ, പിന്നെ പകൽ ഇറങ്ങുമ്പോൾ ഇറങ്ങുന്ന ദിക്ർ ലാസിമായി ചെല്ലുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒന്നും കൂടെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ. ഒരു നിഅമത്തിന് ഒരു ഗൾഫ് പോകുന്നവരൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണം. ഗൾഫിലൊരു കച്ചവടം തുടങ്ങാൻ പോകുമ്പോഴൊക്കെ കാര്യമൊക്കെ ഒരു അസൂയ ഇങ്ങോട്ട് പറ്റരുത്. അതൊരു പ്രൊട്ടക്ഷനാ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ. പിന്നെ രാവിലെയും രാത്രിയും ഒരു തവണയെങ്കിലും ലൗ അൻസൽന എന്ന സൂറത്തിന്റെ ഭാഗമോടുക. ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്ത ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നളരിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. അസ്മാവ് കൊണ്ടുള്ള തവസ്സുലാണത്. അസ്മാവ് കൊണ്ടുള്ള തവസ്സുലാണ്. ലൗ അൻസൽന ചെല്ലുന്നവർ ദായിമാക്കുന്നവർക്ക് ഹസദ് പറ്റൂല. രാത്രിയും രാവിലെയും അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്ർ ഉൾപ്പെടുത്തുക. അഥവാ ഹദ്ദാദിയല്ല. ഹദ്ദാദിൽ എന്തുണ്ട്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്ർ ചെല്ലുക. ഇതൊക്കെ ഹസദിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാവുന്നു. ഫാത്തിഹയെ പെരുപ്പിക്കുക. ഫാത്തിഹ, ആയത്തുൽ കുർസി, പിന്നെ സൂറത്തുൽ ഫലഖ്, പിന്നെ അതേപോലെ തന്നെ ലൗ അൻസൽന, ഇതൊക്കെ അധികരിപ്പിക്കുക. ഇത് ഏറ്റവും. പിന്നെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്റിനെ പെരുപ്പിക്കുക. വേറൊരാളോട് അസൂയ വരാതിരിക്കാനുള്ള മാർഗം എല്ലാ നിസ്കാര ശേഷവും അലം നശ്റഹ് സൂറത്ത് ഓതുക. നോക്ക്, പ്രൊട്ടക്ഷൻ. വേറൊരാളോട് നമുക്ക് അസൂയ വരാതിരിക്കാൻ വേണ്ടി അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഇമാം ഗസാലി തങ്ങൾ യഹ്യയിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിൽ പറയുന്നുണ്ട്. വേറെ ഒരുപാട് സ്ഥലത്തെ കിതാബ് ത്വിബിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് മരുന്ന്, ചില റൂഹാനിയായ രോഗങ്ങളുടെ മരുന്ന് പറഞ്ഞെടുത്ത് മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, ഫുഖഹാക്കൾ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അസൂയ വേറൊരാളോട് തോന്നാതിരിക്കാൻ. കൂടുതൽ അസൂയ തോന്നുന്ന കാലമാണെങ്കിൽ നിസ്കാര ശേഷം 10 വട്ടം. മനസ്സിലായില്ല? അസൂയ വല്ലാതെ നമുക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ നമ്മളെ പറ്റി അറിയാലോ. അത് അറിയണം. വേറൊരാളെ പറ്റി നമുക്ക് അസൂയ, നമ്മളെ സഹ കച്ചവടക്കാരൻ, ഏർപ്പാടുകാരൻ, ഇവരോടൊക്കെ നമുക്ക് അസൂയ വല്ലാതെ വരുന്നുണ്ട് നമുക്ക് അനുഭവപ്പെട്ടാൽ നമ്മൾ നിസ്കാര ശേഷം 10 വട്ടം എന്ത് ലം നശ്റഹ് ഖുർആനിലും ദിക്റിലുമായി ഇസ്തിആദത്ത് ചെയ്ത് നല്ലവരിലേക്ക് മടങ്ങണമെന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട്, അസൂയ എന്ന രോഗത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, അല്ലാഹു തആല അസൂയയെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇതെല്ലാവരും ഈ കാര്യം പ്രത്യേകമായി ഗൗനിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഈ മഹത്തായ വിഷയം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.